ഹൈ റേഞ്ച് ഏരിയയോട് കുറച്ച് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് തൊടുപുഴ, അല്ലേ? ആണോ? ഓക്കെ. അപ്പോൾ ഹൈ റേഞ്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുള്ള പരിചയങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ കഥകൾ മാത്രം, തള്ളുകഥകൾ മാത്രം കേട്ടിട്ടുള്ളവരാണ്. ആന വന്നു പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെ സ്ഥിരം കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്. വർത്തമാനം പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല, സംസാരിക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും ശക്തനായ, ഏറ്റവും ബലവാനായ മൃഗം ഏതാണ്? സിംഹം. ഏറ്റവും ശക്തനായ മൃഗം സിംഹം. പൊതുവേ നമ്മളെല്ലാവരും പറയപ്പെടുന്ന കാട്ടിലെ ഒരു സിംഹവും ഒരു ആനയും കൂടി മസൽ പിടിച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും ജയിക്കുക? ആന ജയിക്കുള്ളൂ, അല്ലേ? സിംഹം ജയിക്കുമോ? ജയിക്കും ആണോ? എനിക്കറിയില്ല. അമ്മാതിരി ശക്തിയാണോ? കാഴ്ചയ്ക്ക് ആനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറഞ്ഞ ആനയെ ആയാലും സിംഹത്തെ ആയാലും മനുഷ്യൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെ രണ്ടിനെയും വേണമെങ്കിൽ ഇണക്കി വളർത്തും, പേടിപ്പിച്ച് നിർത്തും. എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തനായ മൃഗം മനുഷ്യനാണ്. ഏറ്റവും ശക്തനായ മൃഗം മനുഷ്യനാണ്. ഒരു ആനപ്പാപ്പാനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഇത്തിരിക്കോളം പോകുന്നൊരു തോട്ടി ഉണ്ടെങ്കിൽ ഒരാനേനെ അവൻ വേണമെങ്കിൽ നിലയ്ക്ക് നിർത്തും, അല്ലേ? ഒരു ചെറിയൊരു തോട്ടി ഉണ്ടെങ്കിൽ ഒരാനേനെ നിലയ്ക്ക് നിർത്തും. സിംഹത്തെ ആണെങ്കിലും നമ്മളിപ്പോൾ സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ഇത്രയും ശക്തനായ ആക്രോശിക്കുന്ന ഈ സിംഹത്തെ വേണമെങ്കിൽ ഒരു ചെറിയ ചൂരൽ കൊണ്ട് നിർത്തുന്നത് കാണാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഇത് എങ്ങനെയാണ് അനുസരിക്കുന്നത്, അല്ലേ? എന്ത് വെച്ചിട്ടാണ്, എന്ത് പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ പത്രത്തിൽ ന്യൂസ് വായിച്ചിട്ടുണ്ടോ? മിക്ക ആനപ്പാപ്പന്മാരെയും ഈ ആന തന്നെ ചവിട്ടിക്കൊല്ലുക, അല്ലേ? ഈ ആന എപ്പോഴാണ് ശക്തനാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മതവിളകുമ്പോഴാണ്. മതവിളകി കഴിഞ്ഞാലാണ് ആനയ്ക്ക് ആനയുടെ ശക്തിയെക്കുറിച്ച് ബോധ്യം വരുന്നത്. ഞാൻ എന്തിനാ ഈ ഇത്തിരിക്കോളം വന്ന പാപ്പാൻ്റെ ഈ വാക്ക് കേട്ട് വെറുതെ അനുസരിക്കുന്നത് എന്ന് തോന്നി അത് വെറുതെ പുറങ്കാലിനടിച്ചോ അല്ലെങ്കിൽ തുമ്പിക്കയെടുത്ത് എറിഞ്ഞോ അതിൻ്റെ കലാപരിപാടി നടത്തി ആനപ്പാപ്പാൻ്റെ 16ഉം 40ഒക്കെ കഴിച്ച് പരിപാടി തീർക്കും. നമ്മൾ ഒരുപാട് പത്രത്തിൽ വായിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പം എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം ഇതാണ്, മനുഷ്യൻ അപ്പോൾ ശക്തനായ ഒരു വ്യക്തി തന്നെയാണ്. നമുക്ക് പലവിധ കഴിവുകളുണ്ട്, പലവിധ ശക്തികളുണ്ട്. നമ്മുടെ പവർ യഥാർത്ഥത്തിൽ നമുക്കറിയില്ല, നമുക്കതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ല. ഈ മനുഷ്യൻ ഈ ഭൂമിയിലെ എന്തിനേയും കീഴടക്കാൻ കഴിവുള്ളവനാണ്, എന്തിനേയും അടക്കി ഭരിക്കാൻ കഴിവുള്ളവനാണ്. അവൻ്റെ കൺട്രോളിലാണ് ഇന്ന് ഈ ഭൂമി പോകുന്നത്. പക്ഷേ പല സന്ദർഭങ്ങളിലും ഭൂമി അതിൻ്റെ സ്വഭാവം കാണിക്കും. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം, അതുവരെ നമ്മൾ വിചാരിച്ചു നമ്മളെല്ലാം ഭയങ്കര സേഫാണ്, എല്ലാം റെഡിയാണെന്ന് വിചാരിച്ചു. പക്ഷേ വെറും നമ്മളെ ഒന്ന് വെള്ളം കുടിപ്പിച്ചു, അല്ലേ? നമ്മുടേതായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ എന്തും നമ്മളെ തിരിച്ചടിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനെല്ലാം നമ്മളൊരു പരിധി വരെ അടക്കി വാഴുകയും ചെയ്യും. പുഴയെ ബ്ലോക്ക് ചെയ്ത് കെട്ടി നിർത്തി ആ പുഴയുടെ വെള്ളം സംരക്ഷിച്ച് നിർത്തി അതിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നു, ജലസേചനത്തിനായി ഉപയോഗിക്കുന്നു. ഇങ്ങനെ എല്ലാത്തിനെയും, പ്രകൃതി ശക്തികളെ ആകട്ടെ മൃഗങ്ങളെ ആകട്ടെ ഏത് ശക്തിയെയും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവനാണ് ഒരു പരിധിവരെ മനുഷ്യൻ. പക്ഷെ മനുഷ്യൻ്റെ കൈപ്പിടിയിൽ എല്ലാം ഒതുങ്ങുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റത്തില്ല. ഈ ശക്തികളെല്ലാം ഒരു ദിവസം മനുഷ്യനെ തിരിച്ചാക്രമിക്കുന്നതും നമുക്ക് പൊതുവേ കാണാൻ പറ്റും. ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ക്രിസ്ത്യാനിയാണ്. ഏറ്റവും ശക്തിയുള്ളവൻ ക്രിസ്ത്യാനിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ആനയെ പോലെ തന്നെയാണ്. ഞാൻ ശക്തനാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് യാതൊരു വിധത്തിലും ഇല്ല. ഒരു പിശാചിനെ നിലക്കി നിർത്താൻ മനുഷ്യന് കഴിയുമോ? പിശാചിനെ നിലക്കി നിർത്താം യേശുവിൻ്റെ നാമത്തിൽ. എന്തിനേയും നമുക്ക് ശാസിക്കാം, എന്തിനേയും നിലക്കി നിർത്താം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ശക്തമായ രോഗം നമ്മുടെ മേൽ പെട്ടെന്ന് ഒരു രോഗം കടന്നു വരുന്നു. എന്നാൽ നമ്മളൊന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഒരു ഹോളി വാട്ടർ എടുത്ത് കുടിച്ച് ഒന്ന് ശാസന പ്രാർത്ഥന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മല പോലെ വന്ന രോഗം എലി പോലെ ഓടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അനുഭവമുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല പ്രാവശ്യം അനുഭവമുണ്ട്. പല മേഖലകളിൽ പലപ്പോഴും ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള തടസ്സങ്ങളുണ്ടാകും. ശാരീരികമായിട്ടാകാം, മാനസികമായിട്ടാകാം, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമുക്കുണ്ടാകും. പ്രകൃതി ശക്തികൾ യേശുവിനെ തടസ്സപ്പെടുത്തിയത് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗരസേനക്കാരുടെ നാട്ടിലേക്ക് സുവിശേഷത്തിനായി കടന്നു പോകുമ്പോൾ കാറ്റും കോളും യേശുവിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തി. എന്നാൽ യേശു
എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അത് അനുസരിച്ചു. ജനം ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇവൻ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു, അതുപോലും അനുസരിക്കുന്നു. യേശുക്രിസ്തുവിനെ നിങ്ങൾ നോക്കുക, പ്രകൃതിയെ എല്ലാ തരത്തിലും യേശു അതിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചു, അല്ലേ? മരണം അവൻ തിരിച്ചു വിളിച്ചു, പോയതിനെ തിരിച്ചു വിളിച്ചു, വാ തിരിച്ചു വാ. വെള്ളത്തിൻ്റെ സ്വഭാവം എന്താ? അത് താഴും, അല്ലേ? അത് ദ്രാവകാവസ്ഥയാണ്. എന്നാൽ വെള്ളത്തിൻ്റെ മീതെ അവൻ നടന്നു. കാറ്റും കോളും, കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് അറിയില്ല, അത് വരുന്നു പോകുന്നു, ഒരുവനും കാറ്റിനെ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തു തന്നെ കാറ്റിനെയും കോളിനെയും ശാസിച്ച് നിർത്തുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് എത്ര പേർക്കുണ്ട് ഈ കഴിവ്? എത്ര പേർക്കുണ്ട് ഈ അനുഭവങ്ങളിൽ ഈ കഴിവ്? പണ്ട് 2018 വെള്ളപ്പൊക്കത്തിന് തൊട്ട് മുൻപ് ഞങ്ങൾ തട്ടുപാറ മലയുടെ മുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കയറി. ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ പ്രയറിന് കയറി ഞങ്ങളൊരു 5-6 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും പ്രയർ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവരും കുട എടുത്തിട്ടുണ്ട്, മിക്കവരും കോട്ടിട്ടിട്ടുണ്ട്. കോട്ടും കുടയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ ശക്തമായിട്ട് നിന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മഴ വരുന്നുണ്ട്. അപ്പോൾ ബ്രദർ ജസ്റ്റ് ഒന്ന് 2 കരം ഉയർത്തി മഴയെ ശാസിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ കാണുന്നൊരു കാഴ്ച, ഞങ്ങൾ നിൽക്കുന്ന മലയിൽ മാത്രം മഴയില്ല, തൊട്ടപ്പുറത്ത് നല്ല വലിയ മഴ, നല്ല ശക്തമായ മഴ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ മഴയുണ്ട്, എന്നാൽ ഞങ്ങൾ നിൽക്കുന്നിടത്ത് മഴയില്ല. അത് കഴിഞ്ഞ് ബ്രദർ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിച്ചു, എല്ലാവരും കോട്ടൊക്കെ ഇട്ടുണ്ടല്ലേ, എല്ലാവരും റെയിൻ കോട്ടൊക്കെ ഉണ്ട്, കുടയൊക്കെ ഉണ്ട്, ബുദ്ധിമാന്മാരല്ലേ? അപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ചു. പിന്നെ മഴയല്ലേ? അപ്പോൾ ബ്രദർ ചോദിച്ചു, എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മഴയെ ശാസിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, മഴയെ ശാസിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? കാരണം 2018 വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നൊരു പ്രശ്നം നമ്മൾ കർത്താവിൻ്റെ മെസ്സേജ് ഉള്ളത് കൊണ്ട്, ആ ഭീതി ഉള്ളത് കൊണ്ട് ദൈവജനത്തെ വിടുവിക്കുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറിയിരിക്കുന്ന ടീമാണ് കോട്ടൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ച് മഴയെ പേടിച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞു, കൊള്ളാം, നല്ല മക്കളാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, കോട്ടും കുടയും ഇവിടെ നിൽക്കാൻ തീരുമാനമുള്ളവർ ദയവേത് ഇറങ്ങി ഒഴിവാവുക. ധൈര്യമുള്ളവർ നിന്നോ, താല്പര്യമുള്ളവർ നിന്നോ, മഴ നനയാൻ താല്പര്യമുള്ളവർ നിന്നോ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ ജനത്തിൻ്റെ വലിയ കഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സഹിക്കാൻ കഴിവുള്ളവൻ നിന്നാൽ മതി, അല്ലാത്തവനെ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പോണതുകൊണ്ട് പോട്ടാത്തതുകൊണ്ട് എന്തായാലും എല്ലാവരും അവിടെ തന്നെ നിന്ന് എല്ലാവരും കോട്ടൊക്കെ ഊരി. ഞാനും ഒരു മടിച്ചിങ്ങനെ കുട മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് ബ്രദർ പറഞ്ഞു, നീ മൊബൈൽ എടുക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ള സമയത്ത് നീ കുട പിടിച്ചോ, അല്ലാത്ത സമയത്ത് നീയും നനഞ്ഞോ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അന്ന് 3 മണി വരെ ഞങ്ങൾ ആ മഴയത്ത് നനഞ്ഞു. കാലത്ത് 9 മണി തുടങ്ങി, നല്ല അന്തസ്സായി 3 മണി വരെ നനഞ്ഞു. ഞാൻ വിചാരിച്ച ബ്രദർ ആദ്യത്തെ പ്രാർത്ഥനയിൽ ശാസിച്ച് മഴയെ നിർത്തി, ബ്രദർ എന്നിട്ട് വൈകുന്നേരം 3 മണി വരെ ശാസിച്ച് നിർത്താനായിരിക്കുള്ള പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചു. ബ്രദർ പറഞ്ഞു, ആ മഴ മുഴുവൻ ഇവിടെ പെയ്തോ, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് സകല മഴേനെയും വിളിച്ച് ഇവിടെ പിടിച്ച് പെയ്യിപ്പിച്ച് ഞങ്ങൾ മുഴുവൻ നനപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ ദാസന്മാരെ അനുസരിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് എനിക്കൊരു ബോധ്യം കിട്ടി. ദൈവം തൻ്റെ ഈ കഴിവ്, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന ഈ പ്രവർത്തികൾ, തൻ്റെ സൃഷ്ടിയോട് ദൈവത്തിൻ്റെ രീതികൾ അതേ തലത്തിൽ തന്നെ മനുഷ്യകുലത്തിന് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കൾക്ക്, ദൈവജനത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവോ ബോധ്യമോ ഇല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വലിയ ഒരു പിശാച് വന്നു എന്ന് വിചാരിക്കുക. ആര് വന്നു? പിശാച് വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഓടി മാറും. ഹോളി വാട്ടർ തെളിക്കും, വിളിച്ചിരുത്തി സംസാരിക്കും. എന്താ പേര്, എവിടെ നിന്ന് വന്നേ, എന്നാണ്ട് വിശേഷം, സുഖമാണോ, എന്താ ചോദിക്കുക? ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന്. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു രൂപത്തെ കണ്ടു, അല്ലെങ്കിൽ ഒരു ഇരുട്ട് കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംതിങ് ലൈക്ക് ഒരു ദൂതനെയോ പിശാചിനെയോ എന്തെങ്കിലും നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചാൽ, എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചാടി ബിബിൻ ബ്രദർ വിളിക്കും, ബ്രദറേ അല്ലേ, പെട്ടെന്ന് വിളിക്കും, ദേ ഇവിടെ ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ ഒരാൾ ഫോട്ടോ എടുക്കും. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. എന്ത് തന്നെയാകട്ടെ, ആ പിശാചിനെ ശാസിക്കുന്ന എത്ര പേരുണ്ടാവും? യേശുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിക്കുന്ന എത്ര പേരുണ്ടാവും? ശാസിക്കാൻ പോയിട്ട് ബ്രദറെ താഴേന്നൊരു ശ്വാസം വരണ്ടേ, ഇത് വന്നാലല്ലേ ഒന്ന് ശാസിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും. എന്തുമാകട്ടെ, നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. അതായത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപകളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളെ നമ്മൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഉപയോഗിക്കാത്ത സാധനം ദ്രവിച്ചു പോകത്തേ ഉള്ളൂ, നശിച്ചു പോകത്തേ ഉള്ളൂ, അല്ലേ? എനിക്ക് ആദ്യം ഈ ഒരു ഉപമ യേശു പറഞ്ഞത് എനിക്ക് യാതൊരു വിധത്തിൽ ഇഷ്ടപ്പെടാത്തൊരു ഉപമയുണ്ട്.
ബൈബിളിൽ ഞാൻ പണ്ട് തുടങ്ങി, അതായത് ചെറുപ്പകാലം മുതൽ പള്ളിയിൽ പോകുന്ന കാലത്ത് ബൈബിൾ വായിച്ച് കേൾക്കുമ്പോൾ മുതൽ ഞാൻ എൻ്റെ സംശയമായിരുന്നു. അതായത് താലന്തുകളുടെ ഉപമ യാതൊരു വിധത്തിലും നീതിയില്ലാത്തൊരു ഉപമ. ഇനി എൻ്റെ മനസ്സിൽ അതാണ് ആദ്യത്തെ ചിന്ത. കാരണം ആദ്യം 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്, എത്രയാവട്ടെ, ഈ സംഭവം കൊടുത്തു. ഒരുത്തൻ അത് ഉപയോഗിച്ചു, അടുത്തവനെ ഉപയോഗിച്ചു, വേറൊരുത്തൻ കുഴിച്ചിട്ടു. ഈ കുഴിച്ചിട്ടവൻ്റെ താലന്ത് ഈ കുറവുള്ളവനല്ലേ കൊടുക്കണ്ടേ, ഏറ്റവും കൂടുതൽ കൊടുത്തവന് കൊടുത്തു. എനിക്ക് അതാണ് ഇഷ്ടപ്പെടാത്തത്. അവനാകെ 5 എണ്ണം ഉണ്ടായിരുന്നു, അവൻ വീണ്ടും 5 കൂടി സമ്പാദിച്ചു, മൊത്തം അവന് 10 ഉണ്ട്. പിന്നെ ഇവൻ്റെ ഒന്നും കൂടി അവിടെ കൊണ്ടു നോക്കേണ്ട കാര്യമില്ല. അതൊരു മര്യാദ ഉള്ള പരിപാടിയല്ല. വേറെ പാവപ്പെട്ടവനൊരുത്തിന് അവിടെ ഉണ്ടല്ലോ, അവൻ ഉപയോഗിച്ചു. അപ്പം എനിക്കത് ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് ദൈവവചനത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, തൻ്റെ കൃപകളെ ഉപയോഗിക്കുന്നവന് ദൈവം വീണ്ടും വീണ്ടും കൊടുക്കും. തൻ്റെ കൃപകളെ ഉപയോഗിക്കാത്തവനോ അവനിൽ നിന്നും ഉള്ള കൃപകൾ കൂടെ എടുത്ത് മറ്റവന് ഉപയോഗിക്കുന്നവന് കൊടുക്കും. ഇതാണ് ആ ഉപമയുടെ ഉദ്ദേശശുദ്ധി എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. നമ്മളാകെ പണത്തിൻ്റെ കഥ മാത്രമല്ലേ നമുക്കറിയത്തുള്ളൂ. താലന്ത് എന്ന് പറഞ്ഞ് നമുക്ക് ഉറുപ്പി ഇത് മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അന്നൊരു ദൈവത്തോടൊരു ഇഷ്ടക്കേട് തോന്നിയത്. എന്തായാലും പിന്നീട് ദൈവവചനം മനസ്സിലായ കാലത്ത് തുടങ്ങി നമ്മൾ അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് തുടങ്ങി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കൃപകളെ ഉപയോഗിക്കുന്നവരാണോ, അതോ നമ്മുടെ കൃപകളൊക്കെ ഉപയോഗശൂന്യമായി നശിച്ചു പോയോ? ഉപയോഗിക്കാറുണ്ടോ? തലയാട്ടുന്നുണ്ട്, പക്ഷെ അതിനൊരു ബലമൊന്നുമില്ല, എനിക്കറിയാം. അത് ഊരിപ്പോകാതെ സൂക്ഷിച്ച് പിടിച്ചോ തല. നമുക്ക് വചനം വായിക്കാം. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. ശക്തിയോടെ നമ്മൾ ദൈവവചനം വായിച്ച് ഇന്നത്തെ വചന ചിന്തയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 49-ാം വാക്യം. ഇതാ എൻ്റെ നാമത്തിൽ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ദൈവവചനം പറയുകയാണ്, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഉന്നതങ്ങളിൽ നിന്നും ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അപ്പോൾ ഉന്നതങ്ങളിൽ നിന്നും ഒരു ശക്തി ലഭിച്ചിട്ട് മാത്രം ശിഷ്യന്മാരോട് പോയാൽ മതി എന്ന് പറഞ്ഞു, അല്ലേ? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ തൽക്കാലം ജെറുസലേം നഗരം വിട്ട് നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. ഉന്നതങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമായൊരു ശക്തി നിങ്ങളുടെ മേൽ വരും. ആ ശക്തി വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പട്ടണം വിട്ട് പോകാൻ പാടുള്ളൂ എന്ന് ഒരു വാഗ്ദാനം ദൈവം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്താണ് ഈ ശക്തി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം പറയുന്നവർക്കൊരു മിഠായി. എന്താണ് ഈ ശക്തി? ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. എനിവൺ? ആരുമില്ല. ഓക്കെ, എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു. ഉന്നതങ്ങളിൽ നിന്നും വരുന്ന ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത വചനം വായിക്കുകയാണ്. 1 തെസ്സലോനിക്ക 1-ാം അധ്യായം 5-ാം വാക്യം. 1 തെസ്സലോനിക്ക 1-ാം അധ്യായം 5-ാം വാക്യം. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടും അത്രേ. നിങ്ങളുടെ ഓക്കെ, മതി വായിച്ചോ. ഒന്ന് നിങ്ങളെല്ലാവരും മനസ്സിരുത്തി ഒന്നുകൂടി വായിച്ചോ. 1 തെസ്സലോനിക്ക 1-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല, അതായത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, വാചക കസർത്ത് മാത്രം നടത്തിയിട്ടല്ല, വാക്കുകൾ മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയത്, വചനം മാത്രമല്ല നിങ്ങൾക്ക് നൽകിയത്. എന്തൊക്കെയായിരുന്നു? ശക്തിയിലും പരിശുദ്ധാത്മാവിലും. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവും ശക്തിയും രണ്ടും രണ്ടായി പറയുന്നു. ശക്തിയിലും പരിശുദ്ധാത്മാവിലും. 2 പ്രധാനപ്പെട്ട വിഷയം നമ്മളവിടെ കാണാണ്. 1 ശക്തി, 2 പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒറ്റ വിഷയമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അവിടെ വചനം പറയുന്നു ശക്തിയിലും പരിശുദ്ധാത്മാവിലും എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് സ്തുതിക്കാമോ? ശക്തിയോടെ ഒന്ന് സ്തുതിക്കാമോ? യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അപ്പോൾ അവിടെ 2 ഡിവിഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ശക്തിയും പരിശുദ്ധാത്മാവും രണ്ടായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനിയും നമ്മൾ വചനത്തിൽ വീണ്ടും കാണുന്നുണ്ട് ഈ കാര്യം, ഈ വിഷയം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ
പരിശുദ്ധാത്മാവും ശക്തിയും ഒന്നാണോ രണ്ടാണോ എന്നൊരു കൺഫ്യൂഷൻ എന്തായാലും നിൽക്കുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ. നമ്മൾ വീണ്ടും 1-2 വചനങ്ങളിലൂടെ കടന്നു പോകാം. 1 കൊരിന്തോസ് 4-ാം അധ്യായം 20-ാം വാക്യം. 1 കൊരിന്തോസ് 4-ാം അധ്യായം 20-ാം വാക്യം. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ വായിച്ച തെസ്സലോനിക്ക ലേഖനത്തിലും അതിന് സമാനമായൊരു വാക്കാണ്. സുവിശേഷം വാക്കുകളിലല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലുമാണ്. ഒന്നാമത്തെ വിഷയം, സുവിശേഷം നിങ്ങളെ അറിയിച്ച വചനം അത് വാക്കുകളിൽ മാത്രമല്ല വാക്കുകളിലും ശക്തിയിലുമാണ്. ഈ 2 വിഷയങ്ങളിലുമുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ലേഖനത്തിൽ വീണ്ടും പറയുകയാണ്, കൊരിന്തി 4:20 പറയുകയാണ്, ദൈവരാജ്യം വാക്കുകൾ മാത്രമല്ല ശക്തിയിലുമാണ്. വാക്കുകൾ കൊണ്ട് മാത്രമല്ല. സുവിശേഷ പ്രസംഗം അനേകം ഈ ലോകത്ത് നടക്കുന്നുണ്ട് അല്ലേ? സത്യസുവിശേഷമാകാം, വ്യാജമാകാം, എന്ത് തന്നെയാകട്ടെ അനേക സുവിശേഷ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. മാനസാന്തരം എത്രത്തോളം നടക്കുന്നുണ്ട്? മാനസാന്തരം എത്രത്തോളം നടക്കുന്നുണ്ട്? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കൂടി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം പ്രിയപ്പെട്ട ജീസസ് വിഷൻ്റെ ഡയറക്ടർ പ്രിയ ഷിബു ബ്രദറിലൂടെ ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ടവരാണ്. നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും ഷിബു ബ്രദറിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്. ഇപ്പോൾ ഈ തൊടുപുഴയിൽ തന്നെ ഇവിടെ 19 പേരിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു തലക്കോട് എത്രയുണ്ട്, ഇടുക്കി ജില്ലയിൽ തന്നെ ഒത്തിരി പേരുണ്ട്. ഏകദേശം കഴിഞ്ഞ 38 വർഷമായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ബ്രദറിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞത്. ഇതിൽ തന്നെ ഓരോ ദേശത്ത് ഇന്നും കൂട്ടായ്മയായി സ്ട്രോങ് ആയി ഈ കൂട്ടായ്മയിലൂടെ നടന്നു വരുന്ന ആളുകളെ നിങ്ങൾക്കറിയാലോ അല്ലേ? നമ്മൾ വൺ ഡേ പ്രയറുകളിൽ കാണുന്നുണ്ട്, ഗ്ലോബൽ പ്രയറുകളിൽ കാണുന്നുണ്ട്. ഗ്ലോബൽ പ്രയറിൽ നമുക്ക് ഏകദേശം 500 കുടുംബം തന്നെയുണ്ട്. അത് തന്നെ വിദേശ ടൈമിങ് വേറെ ടൈം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടായേനെ. കുറച്ച് കാലം മുമ്പ് അതിൽ കൂടുതലുണ്ടായിരുന്നു. ഓക്കെ, നമ്മളതിൽ വിടുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത്രയും ആളുകൾ ദൈവത്തെ അറിഞ്ഞു, ക്രിസ്തുവിനെ ഇതുപോലെ ശക്തമായി സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. വെറുതെ വചനം കേൾക്കുക മാത്രമല്ല, വചനത്തിന് വേണ്ടി ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് ഇറങ്ങി വന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ ഇത്രയും വലിയൊരു മാനസാന്തരം അല്ലെങ്കിൽ ശിഷ്യരുടെ സമൂഹം കെട്ടിപ്പടുക്കാനായിട്ട് വാക്കുകൊണ്ട് മാത്രം കഴിയില്ല അല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ വാക്കുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. കാരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർമാർ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളെ ഫോളോവേഴ്സ് ഉണ്ടാക്കിയേനെ. മോട്ടിവേഷൻ പകൽ മാത്രമാണ്, രാത്രി ഭാര്യയും ഭർത്താവുമായിട്ട് തല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായി നമ്മൾ അറിഞ്ഞു. എന്തുവാകട്ടെ, മോട്ടിവേഷൻ ചെയ്യേണ്ടവർ ചെയ്യട്ടെ, അതിലൂടെ ജീവിക്കേണ്ടവർ ജീവിക്കട്ടെ. നമുക്കിപ്പോൾ ആരെയും പേഴ്സണൽ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, സുവിശേഷം അനേകം വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട് അല്ലേ? നല്ല തമാശയൊക്കെ പറഞ്ഞ്, നമ്മുടെ കാപ്പിപ്പൊടി അച്ഛനെയൊക്കെ നല്ല അന്തസ്സായിട്ട് നല്ല രസമുള്ള തമാശ, കാരണം കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. മാനസാന്തരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. എവിടെയാണ് ദൈവരാജ്യം കടന്നു വരുന്നത്? വചനം പറയുന്നു, ദൈവനാമത്തെ കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയാൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത്, ശക്തിയാലും പിശാചിനെ പുറത്താക്കുന്നു. അപ്പോൾ ഈ 2 മേഖലയും ഡിവിഷൻസ് ഉണ്ടാവാം. എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്കൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ട്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവില്ലാതെ ആരും ഈ കസേരയിൽ വന്നിരിക്കില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവില്ലാത്ത കാലത്ത് നിങ്ങൾ ലോകത്തിൻ്റെ വഴിയിലായിരുന്നു. മദ്യപാനം പല രീതിയിൽ, നമ്മളെല്ലാം ഇതൊക്കെ തന്നെയായിരുന്നു. ആരെയും മാന്യന്മാരായിട്ട് ആരും ചമയണ്ട, നമ്മളെല്ലാം അടിപൊളി മാന്യന്മാരായിരുന്നു. പകൽ മാന്യന്മാരായിരുന്നു. എന്തായാലും ഇന്ന് ദൈവം കൃപയാൽ നമ്മളെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ, മാനസാന്തരത്തിൻ്റെ ജീവിതം നമ്മളിൽ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ദൈവവചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം നമ്മളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മളവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. എന്നാൽ ആ ശക്തി മാത്രം മതിയോ എന്നുകൂടെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വീണ്ടും റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. ആദ്യം നമ്മൾ കുറച്ച് വചനം വായിച്ചിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരാമെന്ന് വിശ്വസിക്കുന്നത്. റോമ 14:17. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് 2 ഡെഫിനിഷൻ നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഡെഫിനിഷൻ, ദൈവരാജ്യം എന്നാൽ വാക്ക് മാത്രമല്ല ശക്തിയുമാണ് എന്ന് നമ്മൾ 1 കൊരിന്തി 4:20 വായിച്ചു.
ഇതാ വീണ്ടും ദൈവരാജ്യത്തെക്കുറിച്ച് വീണ്ടും വചനം പറയുകയാണ്. റോമാലേഖനം 14:17 പറയാണ്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിനാൽ, പറഞ്ഞോ, വായിച്ചോ, പരിശുദ്ധാത്മാവിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദൈവരാജ്യം, വിസിബിൾ ആയിട്ടുള്ളൊരു ദൈവരാജ്യമുണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ദൈവരാജ്യമുണ്ട്. രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു നിർത്താം. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ സഭയാണ്. ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ സഭ നമ്മൾ നോക്കുമ്പോൾ ഈ ദൈവരാജ്യം ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ 25 ദിവസം നോയമ്പെടുത്ത് 25-ാമത്തെ ദിവസം നാട്ടിലുള്ള കോഴിക്കൊന്നും പൊറിയില്ല എന്ന് പറയുന്ന പോലെ എല്ലാത്തിനെയും ഓടിച്ചിട്ട് പിടിച്ച് തല്ലിക്കൊന്ന് നമ്മൾ തിന്നും, അവർ തിന്നും. ഓക്കെ, തിന്നുന്നതിനോ ഞാനെതിരല്ല, അന്തസ്സായിട്ട് ഞാനും കഴിക്കും, ഇന്ന് കിട്ടിയാലും കഴിക്കും. ഓക്കെ, അപ്പോൾ ഈസ്റ്റർ വന്നു കഴിഞ്ഞാൽ 50 ദിവസം നമ്മൾ നോയമ്പെടുത്തിട്ട് 50-ാമത്തെ ദിവസം എല്ലാവരുടെയും വായിൽ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ബീഫും ഇല്ല, പന്നിയില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ഒരു ചായ മാത്രം കിട്ടിയാലായി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ബീഫൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും 50 ദിവസം നമ്മൾ കാണുന്ന ദൈവരാജ്യം നോക്കിക്കഴിഞ്ഞാൽ 50 ദിവസം നോയമ്പാണ് അല്ലേ. ഞങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കില്ല, ഫുള്ളി വെജിറ്റേറിയനാണ്. നിങ്ങൾ നോൺ വെജ് കഴിക്കാതിരുന്നിട്ട് കർത്താവിന് എന്ത് ഗുണം കിട്ടി? ദൈവരാജ്യത്തിന് എന്ത് ഗുണം കിട്ടി? സഭയ്ക്ക് എന്ത് ഗുണമുണ്ടായി? ദൈവ സമൂഹത്തിന് എന്ത് വ്യത്യാസം ഉണ്ടായി? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ആകെയുള്ള വ്യത്യാസം ഇറച്ചിക്കടക്കാരന് 2 ആഴ്ചയായിട്ട് 1 മാസമായിട്ട് അതിന് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. എത്രയുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. കോഴിക്ക് ഇത്തിരി കച്ചവടം കുറവായിരുന്നു. മദ്യം എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഏകദേശം ആരെങ്കിലുമൊക്കെ ഒരാൾ നിർത്തിയാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വ്യത്യാസമുള്ളൂ. ദൈവവചനം പറയുന്നു, ദൈവരാജ്യം ഒരിക്കലും ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പം നീതി വേണം, സമാധാനം വേണം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം വേണം. നിങ്ങൾ കാണുന്ന വിസിബിളായിട്ടുള്ള ദൈവരാജ്യത്തിൽ നീതി എന്ന് പറയുന്ന സാധനം മഷിയിട്ട് നോക്കിയാൽ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നോക്ക്, കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക് സന്തോഷം. 2, സമാധാനം ഉണ്ടോ? വിസിബിൾ ദൈവരാജ്യത്തിൽ സമാധാനം ഉണ്ടോ? ഒരു കുർബാന ഒരുമിച്ചൊന്നും അർപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ആ തല്ലിന്നും അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ബലിപീഠത്തിൽ അപ്പുറം നിന്ന് സമാധാനമില്ലാത്തവരാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. എന്തുമാകട്ടെ, അടുത്ത കാര്യം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതിനിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇൻവിസിബിൾ ദൈവത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയിൽ, ഒരു ഭവനത്തിൽ, ഒരു കൂട്ടായ്മയിൽ, ഒരു പ്രയർ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ എന്തുണ്ട്? ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഉണ്ടാവും. എന്ത്? നീതി ഉണ്ടാവും, സമാധാനമുണ്ടാകും, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഉണ്ടാകും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. നീതി നമ്മൾ അനുഭവിക്കുന്നുണ്ട്, സമാധാനം നമ്മൾ ഒട്ടനവധി അനുഭവിക്കുന്നുണ്ട്. കുറേയൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നല്ല സമാധാനമായി, സന്തോഷമായി, ആത്മാവിനും മനസ്സിനും ഒക്കെ ഒരു സുഖമുണ്ട്. എന്തായാലും സമാധാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അതിലേറെയാണ്. എന്നെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലം മുൻപ്, അതായത് ഈ ഒരു 4-5 മാസം പ്രാർത്ഥനയിൽ ഒരുപാട് കൂടുതൽ അടുക്കാൻ പറ്റി, ദൈവവചനത്തോട് കൂടുതൽ അടുക്കാൻ പറ്റി. പണ്ട് വചനം വായിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇരുന്ന് ഇതിനെക്കുറിച്ച് പരിശോധന നടത്തി 1000 പുസ്തകങ്ങൾ പരിശോധിച്ചാലും പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പക്ഷേ ഇന്ന് ദൈവം ഒരു വചനം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ കണക്ഷൻ വചനങ്ങൾ ദൈവം തരുന്നു, ദൈവികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ തരുന്നു, അപ്പസ്തോലന്മാരുടെ ചിന്തകൾ തരുന്നു. ഞാനിതെല്ലാം ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ തന്നെ എനിക്ക് തന്നെ പിന്നെയും സംശയമാണ്, കർത്താവേ ഇതൊക്കെ ദൈവം തന്നെ പറയുന്നത് ഇങ്ങനെയാണോ? അപ്പസ്തോലന്മാരുടെ ഹൃദയത്തിൽ ഈ വചനം എഴുതിയപ്പോൾ ഇതായിരുന്നു ചിന്ത. ഇങ്ങനൊരു സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചിന്തയിൽ ഞാനിങ്ങനെ നിന്ന് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന കാര്യം, എന്താണോ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് ആ കാര്യം ഞാൻ ആ പുസ്തകത്തിൽ, ഏതെങ്കിലും അപ്പസ്തോലിക പിതാക്കന്മാരുടെ പുസ്തകത്തിൽ അവർ വ്യാഖ്യാനിച്ച കാര്യം തന്നെ ഞാൻ വായിച്ചു മനസ്സിലാക്കും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എന്നോട് സംസാരിച്ചത് അന്ന് അപ്പസ്തോലിക പിതാക്കന്മാരോട് സംസാരിച്ച ആ വിഷയം തന്നെയാണെന്നുള്ള ബോധ്യം പലപ്പോഴും ഈ ദിവസങ്ങളിൽ കിട്ടി. എന്നാലും അതെനിക്ക്, എന്നെ സംബന്ധിച്ച് പേഴ്സണലി, ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ശരിയാക്കിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ദൈവം കൃപയാൽ നമ്മളെ നടത്തുന്നുണ്ടല്ലോ, ഒരു ചെറിയ കാര്യത്തിലാണെങ്കിലും ദൈവം എന്നെ നടത്തുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തിലാണ് ഞാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ വചനം പറയുന്നു, യഥാർത്ഥ ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൽ വാക്ക് മാത്രമല്ല, അവിടെ ശക്തി ഉണ്ടാകും. ആ വാക്കിലല്ല, പരിശുദ്ധാത്മാവിലും ശക്തിയാലും നിൽക്കുന്ന ദൈവരാജ്യത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാകും: നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള
സന്തോഷം. നമ്മൾ ഏത് ഗ്രൂപ്പാണെങ്കിലും പ്രയർ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഈ 3 കാര്യങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾ എവിടെ പോയാലും എവിടെയായിരുന്നാലും എവിടെ തന്നെ നിൽക്കണം എന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ എവിടെ നിന്നാലും ഈ 3 വിഷയങ്ങൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. അടുത്ത വചനം നമ്മൾ വായിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 80-ാം വാക്യം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 80-ാം വാക്യം. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. ആരെ കുറിച്ച് പറയുന്നു? യേശുവിനെ കുറിച്ച് പറയുന്നു? നോ, തെറ്റ്. സ്നാപയോഹനാനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ശിശു വളർന്നു, ആത്മാവിനാൽ ശക്തിപ്പെട്ടു, ആത്മാവിനാൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിൽ വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. ശിശു സ്നാപയോഹനാൻ വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. അപ്പോൾ ഒരു ശക്തി നമുക്ക് വേണം. ദൈവിക ശുശ്രൂഷയ്ക്ക് ഒരു ശക്തി വേണം. കാരണം സ്നാപക യോഹനാന് ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ ശക്തിയുടെ ശുശ്രൂഷയാണ്. അത് വെറുതെ ലോക്കൽ ശുശ്രൂഷയല്ല. എന്തൊരു ശുശ്രൂഷയാണ്? ശക്തിയുടെ ശുശ്രൂഷയാണ്. എനിക്ക് അറിയാവുന്ന, ആദ്യമായി ഞാൻ മനഃപ്പാഠമാക്കി പഠിച്ചൊരു വചനമുണ്ട്. അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടി അകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? സ്നാപയോഹനാൻ്റെ നാടകത്തിൽ സ്നാപയോഹനാനായിട്ട് കളിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കാണാതെ പഠിച്ച വചനമാണ്. അത് തന്നെ 10 പ്രാവശ്യം തെറ്റിച്ചു എന്നാണ് പൊതുവെ കൂട്ടുകാരൊക്കെ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇന്നും അത് ഓർമ്മയുണ്ട്. ഇത് വിളിച്ചു പറയാൻ ഒരു ശക്തി വേണം, അല്ലേ? ഇത് ആരോടെ പറയുന്നത്? ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോടെ പറയുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ ലോക്കൽ ആളുകളോടല്ല സ്നാപയോഹനാൻ ഇത് പറയുന്നത്. സാധാരണ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന പാവപ്പെട്ട വിശ്വാസികളോടല്ല പറയുന്നത്. യഹൂദ പ്രമാണികളോടും ഫരിസേയരോടും നിയമജ്ഞരോടും അവിടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരോടും പറയാണ്, അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലാൻ മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? അതിൻ്റെയൊക്കെ മറ്റേ ഇവിടെ കടക്കി കോടാലി വയ്ക്കാൻ കൽപ്പന വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേണേ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നോണം. സ്നാപയോഹനാൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തികൾ നിങ്ങൾ എല്ലായിടത്തും നോക്കിക്കോ, യാതൊരുവിധ കൂസലുമില്ല, ഒരു ഭയവുമില്ല. ധൈര്യത്തിൻ്റെ, ശക്തിയുടെ ഒരു ശുശ്രൂഷയാണ് സ്നാപയോഹനാനിൽ നമ്മൾ കാണുന്നത്. ലൂക്കാ സുവിശേഷം തന്നെ നമ്മളൊരു 5-6 വചനം പെട്ടെന്ന് വായിക്കാൻ പോവാണ്. ലൂക്ക 4:14 നമ്മൾ വായിക്കുക. 1:80 വായിച്ചു, അവിടെ സ്നാപയോഹനാനെ കണ്ടു. ഇനി 4:14 നമ്മൾ വായിക്കുക. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി, അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലും വ്യാപിച്ചു. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി, അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, തൊട്ട് മുൻപുള്ള പാരഗ്രാഫ് നിങ്ങൾ നോക്കിയാൽ മരുഭൂമിയിലെ പരീക്ഷയാണ് നിങ്ങൾ വായിക്കുന്നത്. അവിടെ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇനി നമ്മളിപ്പോൾ വായിച്ച വചനം നമ്മൾ വായിക്കുമ്പോൾ യേശു നേരെ തിരിച്ച് 4:14 വായിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു, ശക്തി അവനെ തിരിച്ചു കൊണ്ടുവന്നു. അല്ല, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അവനിൽ പരിശുദ്ധാത്മാവ് പരീക്ഷണത്തിനായി കൊണ്ടുപോയി. പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെ ശക്തിയാൽ അവൻ തിരിച്ച് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ആ ശക്തിയാലുള്ള തിരിച്ചുവരവിന് ശേഷം, മുൻപ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. യേശു ദൈവമാണ്. അവന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് യാതൊരു ശക്തിയും ഏറ്റെടുക്കേണ്ടതോ സ്വീകരിക്കേണ്ടതോ ആയ കാര്യമില്ല. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ മനുഷ്യൻ തൻ്റെ ഈ മനുഷ്യപ്രകൃതിയിൽ എങ്ങനെയായിരിക്കണമെന്ന് ദൈവസഭയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാർ അവനിൽ നടന്ന പ്രവർത്തികളെക്കുറിച്ച് ചില വചനങ്ങൾ എഴുതി വച്ചിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അല്ലാതെ യേശു പോയിട്ട് വേറെ ഏതെങ്കിലും ആത്മാവിനെ സ്വീകരിച്ചെന്നോ, യേശു കുറച്ച് നേരത്തേക്ക് ഒരു പരിശുദ്ധാത്മാവിനെ കടമെടുത്തുന്നോ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായതുകൊണ്ടാണ് യേശു അവിടെ അങ്ങനെയല്ല. യേശു താൻ സർവശക്തനായ ദൈവം തന്നെയാണ്. എന്നാൽ അവൻ ഇപ്പോൾ നിൽക്കുന്നത് അവൻ്റെ വേഷത്തിൽ, അവൻ്റെ ആ മേഖലയിൽ, ദൈവത്തിൻ്റെ സമാനതയിൽ നിന്നും അവനവിടെ നിൽക്കുന്നത് താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ ഒരു പൂർണ്ണ മനുഷ്യനായി എന്നാൽ ഒരു പൂർണ്ണ ദൈവവുമായി അവൻ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നും ശക്തിയാൽ അവൻ തിരിച്ച് ഗലീലയിലേക്ക് കടന്നു വന്നു. പിന്നെ ഉണ്ടായ സംഭവം നമ്മൾ വായിക്കണം. 4:36 വാക്യം, 4-ാം അധ്യായം 36 വാക്യം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ,
യേശു കഴിഞ്ഞ 30 വർഷം എവിടെയായിരുന്നു? യേശു താൻ വളർന്ന 30 വർഷം എവിടെയായിരുന്നു? ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അവിടെ ആരും പറയാത്തൊരു വാക്യം പെട്ടെന്ന് യേശുവിനെ കുറിച്ച് ജനം പറയാൻ തുടങ്ങി. 30 വർഷമായി യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ അതിനു മുൻപ് ആരും പറയാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം യേശുവിനെ കുറിച്ച് അവിടെ പറയുകയാണ്. വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ, 36 ഒന്നുകൂടി വായിച്ചോ. എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്, ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും. 2 കാര്യങ്ങൾ. ഒന്ന്, അവൻ അധികാരത്തോടും ശക്തിയോടും 12 വയസ്സിൽ അവൻ ദേവാലയത്തിൽ വന്നപ്പോൾ അവിടെ അവൻ അധികാരത്തോടും ശക്തിയോടും തന്നെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും ഇത് പറഞ്ഞില്ല. ഇവൻ ഈ വിവേകം, ഈ അറിവ് അവനിൽ ആശ്ചര്യപ്പെട്ടു. അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ജനം ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വരികയാണ്. അവൻ്റെ അധികാരത്തെ അവിടെ കാണുന്നു, ശക്തിയെ കാണുന്നു. പിശാചുക്കൾ പോലും അവന് കീഴ്പ്പെടുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ കാണുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തി നമ്മൾ പ്രാപിക്കണം. ദൈവത്തിൻ്റെ ഈ ശക്തി കൂടെ നമ്മൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിനാലാണ് ഇന്ന് ഓരോരുത്തരും ഈ കസേരയിൽ വന്നിരിക്കുന്നത്. യാതൊരുവിധ മാറ്റവുമില്ല. മാനസാന്തരം വന്നത് പരിശുദ്ധാത്മാവിനാലാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയണം. ഈ 2 കാര്യങ്ങളും ഒരു ക്രിസ്ത്യാനിയുടെ മേൽ കടന്നു വരണം. നമ്മൾ എഫേസ്യയിലെ അപ്പസ്തോല പ്രവൃത്തി വായിക്കുമ്പം എഫേസോസിലുള്ള ജനങ്ങൾ, പൗലോസ് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിയില്ല അതാരാ അത് എന്ന് ചോദിച്ചു. കാരണം അവർക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവുമില്ലായിരുന്നു. ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനമല്ലാതെ മറ്റൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞത്. അതിനുശേഷമാണ് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെയും പ്രശ്നം അതാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ അതേ പരിശുദ്ധാത്മാവ് തന്നെ തരുന്ന ശക്തി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും പരിശുദ്ധാത്മാവിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറവുണ്ടെങ്കിൽ നമ്മൾ തകത്തരം പരിശുദ്ധാത്മാവിന് വേണ്ടി തീക്ഷ്ണമായി നമ്മൾ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുവനിൽ വന്നാൽ എന്താണ് വ്യത്യാസം? അവിടെ എന്തൊക്കെയാണ് ആ വ്യക്തിയിൽ സംഭവിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുകൂടെ നമ്മൾ പരിശോധിക്കുക. 4:36 നമ്മൾ വായിച്ചു. ലൂക്കാ സുവിശേഷം 5:17 നമുക്കൊന്ന് വായിക്കാം. 5-ാം അധ്യായം 17-ാം വാക്യം. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഫരിസേയരും നിയമാധിപന്മാരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ ഒരു ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ പ്രബോധനത്തിന് മുൻപ്, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് മുൻപ് പലരും പ്രബോധനവുമായി വന്നിട്ടുണ്ട്, പലരും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ഗമാലിയേൽ ഈ കഥ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗമാലിയേൽ ഇത് പറയുന്നുണ്ട്. ഇതിനു മുൻപ് ഒരു വ്യക്തി വന്നിരുന്നു, അവനും കുറേ ഫോളോവേഴ്സ് ഉണ്ടാക്കി. പക്ഷേ അത് കാലാകാലത്തോളം നീണ്ടു നിന്നില്ല. അതെന്തായി? കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവസാനിച്ചു. വീണ്ടും മറ്റൊരു ദേശക്കാരനായ വേറൊരു വ്യക്തി ഇതുപോലെ വളർന്നു വന്നു. അവനും എന്ത് ചെയ്തു? തകർന്ന് തരിപ്പണമായിട്ട് പോയി. ഇനി യേശുവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ യേശുവിന് തൊട്ട് മുൻപുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറയുന്ന ഈ പറയുന്ന രാജ്യങ്ങളും നമ്മൾ ഇപ്പോൾ യേശു വസിക്കുന്ന ഈ പറയുന്ന യഹൂദിയ അല്ലെങ്കിൽ പലസ്തീനിയ രാജ്യം, ഈ പറയുന്ന ചുറ്റുപ്രദേശങ്ങളൊക്കെ അന്നുണ്ടായിരുന്ന പൊതുവായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. മാത്രമല്ല വലിയ തത്വചിന്തകന്മാർ, പ്ലേറ്റോ പോലെയുള്ള, അരിസ്റ്റോട്ടിൽ പോലെയുള്ള വലിയ വലിയ തത്വചിന്തകന്മാർ, ഇന്ന് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ തത്വം പറയുന്ന ആളുകൾ, വലിയ വലിയ തത്വചിന്തകൾ ഒക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന വലിയ ചിന്തകളെ ഇട്ട് തരുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ സ്വാധീനിക്കാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ യേശുവിന് സ്വാധീനിക്കാൻ പറ്റി. അവിടെയാണ് തൊട്ട് മുമ്പ് നമ്മൾ 4:36 വായിച്ച വചനം. എന്ത് പവറാണ് ഇവൻ്റെ വചനത്തിന്! എന്തോ ഒരു വ്യത്യാസം മറ്റുള്ളവരുടെ ആശയങ്ങളിൽ നിന്നും. അവരും പറയുന്നത് ആശയമാണ്, ഇവരും പറയുന്നത് ആശയമാണ്. എന്താ യേശു പറഞ്ഞത്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യേശുവിനോട് ഏതെങ്കിലും ഒരു ചോദ്യം വന്ന് ചോദിച്ചിട്ട് എവിടെയെങ്കിലും വാക്കുമുട്ടിക്കാൻ പറ്റുമോ?
ഫരിസേയർ വന്നു, നിയമജ്ഞർ വന്നു, സദുക്കായർ വന്നു. എല്ലാവരും വന്ന് അവർ തോറ്റു പിന്മാറിപ്പോയി. എവിടെയെങ്കിലും യേശു വാക്കിൽ മുട്ടുന്നതായിട്ട് കാണുന്നുണ്ടോ? കാരണം വളരെ വിവേകത്തോടുകൂടെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് അവന് കൊടുക്കുന്നത്. മാത്രമല്ല യേശുവിൻ്റെ ഉപദേശ രീതി ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു. പക്ഷെ ആ ഉപദേശത്തിന് വാക്കുകളുടെ പവറല്ല, മറ്റെന്തോ ഒരു ശക്തി അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട്. നമ്മൾ ആ വചനം ഒന്നും കൂടി വായിച്ചോ, ലൂക്ക 4:36 ഒന്നും കൂടി ഒന്ന് വായിച്ചോ. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്, എന്തൊരു വചനമാണിത്. ശ്രദ്ധിക്കണേ, എന്തൊരു വചനമാണിത്. അതായത് അവരാദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള സ്പീക്കിങ് കേൾക്കുന്നത്, പ്രസംഗങ്ങൾ കേൾക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് ഇപ്പോൾ UK ഉള്ള പ്രസംഗങ്ങളുടെ സിറ്റികൾ, അവിടുത്തെ ചില ടൗണുകളിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ശിവപുരത്തിൽ നമ്മളെ കാണിച്ചു തന്നു അല്ലേ, സ്പീക്കേഴ്സ് കോർണർ ഓക്കെ എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപ്, എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഇവിടേക്കുള്ള കാര്യങ്ങളാണ്. ഏതൻസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 25,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം അന്നുണ്ടായിരുന്നു. എന്ന് AD 1st സെഞ്ച്വറിയിലൊക്കെ, 1st 2nd സെഞ്ച്വറിയിലൊക്കെ ഈ ഭൂഗർഭത്തിൽ നിന്നും ഭൂമിക്ക് അടിയിൽ നിന്നും കണ്ടെത്തിയ കുറേ തെളിവുകൾ അതിന് കിടക്കുന്നുണ്ട്. എത്ര പേർക്ക്? 25,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം. നമ്മളെപ്പോഴും ഈ സാധനം കണ്ടായി. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഏതെങ്കിലും 25,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം തൊടുപുഴ ഉണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ രാജാക്കന്മാർ ഇപ്പോഴും അത് പഠിച്ചൊന്നും വന്നിട്ടില്ല. അവർ രാഷ്ട്രീയം കളിച്ച് അവരുടെ പോക്കറ്റ് നിറയ്ക്കുന്നല്ലാണ്ട് 25,000 പേർക്കുള്ള സ്റ്റേഡിയം ഇവിടെ ഇപ്പോൾ പോലും ചിന്തയിൽ പോലും ഇല്ല. അവിടെ അന്നേ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള സ്പീക്കിങ്ങും വചനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവർക്കത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ യേശുവിൻ്റെ വചനത്തിന് എന്തോ ഒരു ശക്തി അവർക്ക് ഫീൽ ചെയ്തു. അതാണ് എന്തൊരു വചനമാണിത്, ഇവൻ ആര്, ഇവൻ്റെ ശക്തി എന്ത് എന്നൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അവരിൽ തന്നെ ഒരു അഭിപ്രായം യേശുവിനെ കുറിച്ച് ഉരുത്തിരിയാനുള്ള കാരണം അതാണ്. നമ്മൾ വീണ്ടും വായിച്ചു 5:17, രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിൻ്റെ ശക്തി ഇവൻ്റെ മേലുണ്ട്. ലൂക്ക 6:19 നമ്മൾ വായിക്കുക. ലൂക്ക സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. അതായത് ഒരുപാട് പേര് അവിടെ വന്ന് സ്പീക്ക് ചെയ്തു, ഒത്തിരി പേര് സംസാരിച്ചു. ഈ സംസാരിച്ചവരുടെ ആരുടെയും വസ്ത്രത്തിൽ പോയി തൊടാനോ അവരെ ഒന്ന് സ്പർശിക്കാനോ ഒരാളും ശ്രമിച്ചില്ല. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ നേരെ വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം? എല്ലാവരും വന്ന് അവനെ ഒന്ന് സ്പർശിക്കാൻ, അവനെ ഒന്ന് തൊടാൻ ഒന്ന് ആഗ്രഹം, ഒരു ഇഷ്ടം, ഒരു താല്പര്യം കാണിച്ചു. നിങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ട് ഒരു ചെറിയൊരു സംഭവം പറയാം. അതായത് നമ്മുടെ ഡൊമിനിക് പ്ലാമിനാൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അച്ഛനെ കുറിച്ച് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അതായത് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായി, അണക്കര. ഓക്കെ, ഞാൻ 2 പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണെങ്കിലും പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. അണക്കരയിലെ അച്ഛൻ്റെ ശുശ്രൂഷകളിൽ ഞാനൊരാളെയും മുകളിലേക്ക് അങ്ങനെ പറയുന്നതല്ല, ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമുക്ക് അങ്കമാലിലൊക്കെ അച്ഛൻ്റെ കൺവെൻഷനൊക്കെ നടക്കാറുണ്ട്. സാധാരണഗതിയിലെ കൺവെൻഷന് 30,000 പേരൊക്കെ പങ്കെടുക്കും. അപ്പോൾ 30,000 പേര് പങ്കെടുക്കുമ്പോൾ ഈ 30,000 പേരെയും അച്ഛൻ തലയിൽ കൈവച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് അച്ഛൻ മൈക്കിൽ കൂടെ വിളിച്ചു പറയും. ജനം തിക്കി അച്ഛൻ്റെ അടുത്തോട്ട്, കാരണം 2 സൈഡിൽ ലെയറായിരിക്കും. അച്ഛനിങ്ങനെ നടന്നു പോകും, തലയിലൊന്ന് തൊട്ടാലായി, അത്രേ ഉള്ളൂ, തൊട്ട് കിട്ടിയാലായി. നമ്മളിങ്ങനെ ഉന്നം വെച്ചിരിക്കും. അച്ഛൻ അവിടുന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ തല വെച്ച് കൊടുക്കും, പോരട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം അല്ലാതെ വേറെ വഴിയില്ല. അച്ഛൻ ആ മുകളിൽ ഇങ്ങനെ വെച്ച് പോകും. അതല്ലെങ്കിൽ അച്ഛൻ വീണ്ടും പോയിട്ട് തിരിച്ചു വരും. പക്ഷേ അച്ഛനൊരു കാര്യമുണ്ട്, ആത്മാർത്ഥമായി എത്ര പേര് ക്യൂലുണ്ടോ അവരെ മുഴുവൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടേ അച്ഛൻ ഇത് നിർത്തത്തുള്ളൂ. ഇനി 30,000 പേര് നിന്നാലും എനിക്ക് തോന്നുന്നു ഈ കൺവെൻഷനൊക്കെ വരുമ്പോൾ ഒരു പരിധി വരെ എല്ലാവരും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെ ആവട്ടെ, ആ ഒരു ശ്രമം അച്ഛൻ നടത്തുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഈ ജനം ഒന്ന് തലയിൽ കൈവച്ച് ഒരു ബ്ലെസ്സിങ് പ്രയർ കിട്ടാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഈ സ്പീഷീസ് ഇത്തിരി കുറവാണ് അല്ലേ? അതായത് ഡെലിവറൻസ് ശുശ്രൂഷ നടത്തുന്ന പൗരോഹിത്യത്തിലായിരിക്കുന്ന ശുശ്രൂഷകർ ഇന്ന് കേരള സഭയിൽ കാര്യമായിട്ടില്ല, തപ്പിയോഗ്യ കാണുന്നില്ല. അപ്പോൾ ശക്തമായ ഒരുവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ കടന്നു വരുമ്പോൾ ആകെ ഒരു അച്ഛനേ ഉള്ളൂ, ഒന്ന് തലയിൽ കൈവെപ്പ് കിട്ടിയാൽ സന്തോഷമെന്ന് കരുതി എല്ലാവരും ചെല്ലും. പക്ഷേ ഷിബു ബ്രദറെ നിങ്ങൾക്കൊന്ന് പേഴ്സണലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയും, ബ്രദറെ ഒന്ന് പ്രെയർ ചെയ്തിട്ട് പോകും അല്ലേ? പറയില്ലേ? നിങ്ങളിനി ഒരു ഉദാഹരണം പറയാം. ഞാനിവിടെ നിന്ന് തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നു, ബിപിൻ ബ്രദർ ഇവിടെ നിന്ന് തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നു, ഷിബു ബ്രദർ ഇപ്പുറത്ത് നിന്ന് തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നു. എവിടെ പോകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ, ഞാനൊന്നും പറയില്ല.
അവിടെ പോകാൻ ആഗ്രഹിക്കത്തുള്ളൂ സ്വാഭാവികമായിട്ടും. ഞങ്ങളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടാണോ? അല്ല. സ്നേഹക്കുറവുകൊണ്ടാണോ? അല്ല. വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടാണോ? അതുമല്ല. എനിക്കറിയാം, മനസ്സിലായി. ഇനി ആരോടും പറയണ്ട, നിങ്ങളായിട്ട് ആരോടും പറയണ്ട, ഞാനായിട്ട് ആരോടും പറയില്ല. ഓക്കെ. അപ്പോൾ ഈ കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക. കാരണം ദൈവത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ജനം അവൻ്റെ കൂടെ തനിയെ വരും. അതല്ലെങ്കിൽ അവൻ എന്ത് പറഞ്ഞാലും വരാൻ പോകുന്നില്ല. അവൻ എത്ര തലകുത്തിന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വ്യക്തിയിലൂടെ പ്രവർത്തിച്ച് ശക്തിയിൽ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞാൽ ജനം പൊതുവെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലോ ആ വ്യക്തിയിലോ എന്തെങ്കിലും തരത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കുക, വിടുതൽ പ്രാപിക്കുക. ഇത് നമ്മൾ യേശുവിൽ കാണുക. കാരണം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാൻ ജനം ആഗ്രഹിക്കുക, തിങ്ങി കൂടുകയാണ്. ആ വചനം ഒന്നുകൂടി വായിച്ചോ മോനെ, 6:19 വായിച്ചോ. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഇത് ജനത്തിന് മനസ്സിലായി. അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് പലരും സൗഖ്യം പ്രാപിച്ചിരുന്നു. ചിലപ്പോൾ 1,00,000 പേര് വരും, 10,000 പേര് വരും, 5,000 പേര് വരും, എത്ര വേണമെങ്കിലും വരട്ടെ. എന്തു വന്നാലും പലതും സംഭവിക്കും. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇതുപോലെ ചെറിയൊരു ഹോളിലല്ല യേശു ശുശ്രൂഷ നടത്തിയത്. ഇപ്പം ഈ ഹോളിൽ തിങ്ങിക്കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, സ്വാഭാവികമാണ്. പലസ്തീനിയ ദേശത്ത് അല്ലെങ്കിൽ യൂദയ ദേശത്ത് യേശുവിൻ്റെ ശുശ്രൂഷയുടെ പരസ്യമായ ശുശ്രൂഷ നടത്തിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞൊരു പ്രതിസന്ധി നമുക്ക് കാണാൻ പറ്റില്ല. ജനം തിക്കിയാലല്ലാതെ അവിടെ തിങ്ങിക്കൂടത്തില്ല. കാരണം വിജന പ്രദേശമാണ്. നിങ്ങൾ വചനത്തിൽ പലയിടത്തും വായിക്കുന്നുണ്ട്, അവിടെ കടലിൻ്റെ കരയിൽ വിജന പ്രദേശത്ത് ജനം ഒരുമിച്ച് കൂടി, കടലിൻ്റെ അവിടെ ജനം ഒരുമിച്ച് കൂടി, ആ മലയിൽ ജനം ഒരുമിച്ച്, ഇങ്ങനെയെല്ലാം വിജന പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ വിജന പ്രദേശത്ത് ജനം തെക്കി കൂടിയുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി യേശുവിനെ ഒന്ന് തൊടാൻ ജനം വന്നതാണ്. അങ്ങനെ ജനം വരണമെങ്കിൽ അതിൻ്റെ കാരണം അതേ വാക്യത്തിൽ പറയുകയാണ്, അവനിൽ നിന്നും ശക്തി പ്രവഹിച്ചു. എന്താണ് പ്രവഹിച്ചത്? ശക്തി അവനിൽ നിന്നും പ്രവഹിച്ച് അനേകർ സൗഖ്യം പ്രാപിച്ചു എന്ന് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ പറയുന്നു. 8:46 വായിക്കാം. ലൂക്ക 8:46. ഇതിൻ്റെ യഥാർത്ഥമായ ഒരു സംഭവം കൂടെ നമ്മളവിടെ കാണുകയാണ്. ലൂക്ക സുവിശേഷം 8:46 വാക്യം. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, ഇവിടെ ആരാ നിന്നെ സ്പർശിക്കാത്തേ? ആരോ എന്നെ സ്പർശിച്ചു. അത് ഓക്കെ, ആരാ സ്പർശിക്കാത്തത്? അതാദ്യം പറ. അത് പറഞ്ഞാൽ ഇനി ആരാ സ്പർശിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ ഇവനെ പലരും സ്പർശിച്ചു. എല്ലാവർക്കും ശക്തി കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയില്ല. എല്ലാവർക്കും കിട്ടിയെങ്കിൽ യേശു അത് പറയേണ്ട കാര്യമില്ല. ജനം മുഴുവൻ അവനെ തിക്കി, അവനെ ഒന്ന് സ്പർശിക്കാൻ ശ്രമിച്ചു, അവനെ ഒന്ന് തൊടാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാവർക്കും സൗഖ്യം കിട്ടിയില്ല. വിശ്വാസത്തോടെ ഒരുവൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പിടിച്ചപ്പോൾ അവൻ്റെ മേൽ നിന്നും ശക്തി പ്രവഹിച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചു. അവൾ തിരിച്ചു എന്ന് പറയുന്നുണ്ട്, ഞാനാണ് തൊട്ടത് എന്ന് പറയുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുകയും ചെയ്തു. നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഒരുപാട് പ്രാവശ്യം ചിന്തിച്ച വിഷയമാണ്. എന്തായാലും ക്രിസ്തുവിൽ നിന്നും ഒരു ശക്തി പ്രവഹിച്ചു. എത്ര പേർക്കുണ്ട് ഈ ശക്തി? പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ടല്ലോ. നിങ്ങളാണ് ആദ്യം പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് ഈ ശക്തി പകരുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന്. എൻ്റെ ചോദ്യം ഇതാണ്, എത്ര പേർക്ക് ഈ ശക്തിയുണ്ട്? ഒന്നെങ്കിൽ നിങ്ങൾ പറയണം, ശക്തി ഞങ്ങൾക്കില്ല, അതുകൊണ്ട് പരിശുദ്ധാത്മാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, പരിശുദ്ധാത്മാവുണ്ട്, ഞങ്ങളിൽ ശക്തിയില്ല. കാരണം ഇന്ന് വരെ ആരും തൊടാൻ പോയിട്ട് മുഖത്തൂടി നോക്കുന്നില്ല ബ്രദറെ. ഇതാണ് അവസ്ഥ. ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ ഈ വഴിക്ക് കൂടി വരാത്ത ആളുകളാണ്. മത്തായി സുവിശേഷം 14:2 വാക്യം. നമ്മൾ ലൂക്ക പതിയെ അവിടെ നിർത്തുകയാണ്. നമ്മൾ മത്തായിലേക്ക് നമ്മളൊന്ന് കടന്നു പോവുക. മത്തായി സുവിശേഷം 14:2 വാക്യം. തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപയോഹന്നാനാണ്, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് പൊതുവായി കുറച്ച് ആളുകളുടെ അഭിപ്രായം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതായത് യേശുവിൽ പ്രവർത്തിച്ച ശക്തി ഏതാണ് എന്ന് ബൈബിളിൽ പല വ്യക്തികൾ പറഞ്ഞ അഭിപ്രായം നമ്മൾ നേരത്തെ കണ്ടു. ഇവനിൽ ശക്തി ഉണ്ടെന്ന് ജനം പറയുന്നത് നമ്മൾ വായിച്ചല്ലോ അല്ലേ? ലൂക്കാ സുവിശേഷത്തിൽ ജനം പറയുന്നു, മറ്റുള്ള പ്രഘോഷകരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശക്തി ഇവനിലുണ്ട് എന്ന് ജനം പറയുന്നത് നമ്മൾ വായിച്ചു. ഇതാ വേറൊരു വ്യക്തി യേശുവിനെ കുറിച്ച് പറയുന്നത് നമ്മൾ വായിച്ച 14:2 വായിച്ചോ. തന്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപയോഹന്നാനാണ്, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ തലവെട്ടിക്കൊന്ന സ്നാപയോഹന്നാനാണ് ഇവൻ, അവനോ മരിച്ചവരിൽ നിന്നും വീണ്ടും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവനിലൊരു പവർ, ഒരു ശക്തി ഉണ്ട്. ഇത് ആര് പറയുന്നത്? ഹെറോദോസ് പറയുന്നത്. 1-ാമത്തെ വാക്യം വായിച്ച് നമുക്കറിയാം. ഹെറോദോസാണ്
ഈ പറയുന്ന കാര്യം പറയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജാവ്, ഹെരോദോസിന് മന്ത്രവാദികൾ ആവശ്യം പോലെയുണ്ട്, അനേക മന്ത്രവാദികളുണ്ട് ഹെരോദോസിൻ്റെ ചുറ്റും. പക്ഷേ യുവന്മാരിലൊന്നും കാണാത്തൊരു പവർ ആരിൽ കണ്ടു? യേശു ക്രിസ്തുവിൽ കണ്ടു. അപ്പോൾ പുള്ളിക്കൊരു സംശയം, സ്നാപക യോഹന്നാൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണോ ഇത്? പുള്ളി പറയാനൊരു കാരണമുണ്ട്. ആ ശക്തി ഇതിനു മുമ്പ് കണ്ടിരിക്കുന്ന ആരില്ല? സ്നാപക യോഹന്നാനില്ല, അല്ലേ? നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയും, ചൂടുവെള്ളം കുടിച്ച, അല്ലെ ചൂട് പാല് കുടിച്ച പൂച്ച പച്ചപ്പാല് കണ്ടാലും ഒന്ന് പേടിക്കും. ഹെരോദോസ് പേടിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അതിനു മുമ്പ് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞതും ശുശ്രൂഷ ചെയ്തതും ഇതേ ശക്തിയിൽ നടത്തിയതും ഇതേ സ്നാപക യോഹന്നാൻ തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം തോന്നിയതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് അവനായിരിക്കുമോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടുണ്ടാവും. ഇതാണ് അവിടെ ഹെരോദോസ് വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം. അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യം. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിലും ശക്തിയിലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും. ശ്രദ്ധിക്കണേ, ഇത് പത്രോസിന്റെ പ്രസംഗമാണ്. ആരുടെ പ്രസംഗമാണ്? പത്രോസിന്റെ പ്രസംഗമാണ്. അപ്പോൾ പത്രോസിന്റെ അഭിപ്രായമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ജനത്തിന്റെ അഭിപ്രായം കേട്ടു, പിന്നെ ആരുടെ അഭിപ്രായം കേട്ടെ? ഹെരോദസിന്റെ അഭിപ്രായം കേട്ടു. ഇനി അപ്പസ്തോലനായ പത്രോസിന്റെ അഭിപ്രായം കൂടി നമ്മൾ കേൾക്കുകയാണ്. വായിച്ചോ. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ വീണ്ടും എടുത്തു പറയുന്നുണ്ടോ? നമ്മൾ 1 തെസ്സലോനിക്ക 1:5 വായിച്ചു, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. അതേ കാര്യം തന്നെ പത്രോസ് അപ്പസ്തോലൻ പറയുകയാണ്, യേശു ക്രിസ്തു ഇതാ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമാണ് ശുശ്രൂഷ ചെയ്തത്. എന്നിട്ട് താഴോട്ട് വായിച്ചോ. അവിടെ അതിന്റെ കാരണം കൂടി സംഭവം കൂടി പറയുന്നുണ്ട്. അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തി പുറത്താക്കി, പിശാചുക്കളെ പുറത്താക്കിയതും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. രോഗികളെ സൗഖ്യപ്പെടുത്തിയതും പിശാചുക്കളെ പുറത്താക്കിയതും ശക്തിയാലാണ്. എന്തിലാണ്? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമുള്ള അഭിഷേകത്താലാണ് എന്ത് ചെയ്തത്? പിശാചുക്കളെ പുറത്താക്കിയതും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഈ പറഞ്ഞ കാര്യം അവിടെ ഉണ്ടായിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യം, 1 പരിശുദ്ധാത്മാവ്, 2 ശക്തി. ഇതാരുടെ അഭിപ്രായമാണ്? പത്രോസ് അപ്പോസ്തലന്റെ അഭിപ്രായമാണ്. റോമ ലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം. റോമ ലേഖനം 9-ാം അധ്യായം 17-ാം വാക്യം. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറഞ്ഞു. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ, ദൈവവചനം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എന്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എന്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. ഒരു കാര്യം ശ്രദ്ധിക്കണേ, അതായത് നമ്മൾ ആ വാക്യം ശ്രദ്ധിച്ചു വായിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആശയം മനസ്സിലാവത്തില്ല. നമുക്ക് തോന്നും ഫറവോയെ ഉയർത്തിയത്, അങ്ങനെ POC ബൈബിളിൽ കിടക്കുന്നത്. സത്യദിവസം വായിച്ചാൽ നമുക്കത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കാനും എൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. അതായത് ഈജിപ്തിൻ്റെ രാജാവായി ഇപ്പം നീ നിൽക്കുകയാണ് ഫറവോ. നീ അവിടെ നിൽക്കുമ്പോൾ നീ വിചാരിക്കും നിൻ്റെ കഴിവിലാണ്, നിൻ്റെ പവറിലാണ് നീ അവിടെ രാജാവായി നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഒന്നുമല്ല ഫറവോ, എൻ്റെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്താൻ നിന്നെ അവിടെ നിർത്തിയിരിക്കുക. ഇപ്പം ട്രംപ് പറയുകയാണ് ഞാനാണിപ്പോൾ എല്ലാം, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണെന്ന് പറയുകയാണെങ്കിൽ, അല്ലയോ ട്രംപേ, നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നത് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്താനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഫറവോയുടെ കേസിലാണ് പറയുന്നതെങ്കിൽ പിന്നെ ട്രംപിൻ്റെ കാര്യം പോക്കാം. നമ്മൾ വിചാരിക്കും ഫറവോയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പൂവൊക്കെ ഇട്ട് പൂജിച്ച കഥയായിരിക്കും പറയുന്നത് വിചാരിക്കും. അല്ല, പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്ന വിഷയം പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലൊക്കെ കാണുന്ന മഹാമാരിയെക്കുറിച്ചുള്ള വിഷയമാണ് ഈ പറയുന്നത്. മഹാമാരിയെക്കുറിച്ചുള്ള ആ ഒരു കോണ്ടസ്റ്റ് വെച്ചിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയം പറയുന്നത്. ഫറവോ ദൈവവചനം നിന്നോട് പറയുകയാണ്, നിന്നെ നിർത്തിയത് ദൈവമാണ്, അതാകട്ടെ എൻ്റെ ശക്തി നിന്നിൽ കാണിച്ചിട്ട് ലോകത്തോട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യതിയാനം ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. 1, 10 മഹാമാരി ഫറവോയുടെ മേലയച്ചു, ഈജിപ്തിൻ്റെ മേലയച്ചു, അല്ലേ? ഇത് കണ്ടവൻ പിന്നെ മറക്കുമോ? മറക്കത്തില്ല.
ദൈവത്തിൻ്റെ ശക്തിയെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതിൻ്റെ ഒന്നാമത്തെ മഹാമാരി തുടങ്ങി നിങ്ങൾ ഓർഡർലി ഒന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കോ, അപ്പോൾ കാര്യം പിടി കിട്ടും. ഒന്നാമത്തെ മഹാമാരി, ഒന്നാമത്തെ കാര്യം മഹാമാരി അല്ല, ആദ്യത്തെ സംഭവം എന്താ? മോശ വന്നു, വെള്ളം രക്തമാക്കി മാറ്റി. മന്ത്രവാദികളും വെള്ളം രക്തമാക്കി മാറ്റി. ദേ ആർ ഈക്വൽസ്. പവർ വലിയ പവറൊന്നും ആയിരുന്നില്ല, അവരും ആക്കി. വടി നിലത്തിട്ടു, പാമ്പായി. ലെവന്മാരും വടി നിലത്തിട്ടു, പാമ്പായി. ശക്തി നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ. കാര്യം ഈ പാമ്പ് മറ്റേ പാമ്പിനെ തിന്നു. ഈ ഈജിപ്ത് മുഴുവൻ ജലം രക്തമാക്കി മാറ്റി. പക്ഷേ ഇവന്മാർക്കും പറ്റി. പക്ഷെ പിന്നെയുള്ള പരിപാടി വല്ലതും മറ്റന്മാർക്ക് പറ്റിയോ? ഇല്ല, ഒന്നും നടന്നില്ല, ഒരു കാര്യവും നടന്നില്ല. അപ്പോൾ ഇവിടെ ബൈബിൾ വെളിച്ചത്തിൽ പറയുന്ന, വ്യക്തമാക്കി പറയുന്നൊരു കാര്യം, സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ശക്തിയുണ്ട്, അവനും പ്രവർത്തിക്കാൻ സാധിക്കും. എന്നാൽ ദൈവം, പരമോന്നതമായ സർവശക്തനായ ദൈവം അവൻ്റെ ശക്തി ഫറവോയുടെ മേൽ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാനാണ് സർവശക്തനായ ദൈവം എന്ന് വെളിപ്പെടുത്തി ബോധ്യം കൊടുത്തു. നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്കൊരു ആശയം മനസ്സിലാവും. ഇസ്രായേൽ ജനം പെസഹ കണ്ടിന്യൂസ്ലി ആചരിച്ചിരുന്നു. എന്തിൻ്റെ പ്രതീകമാണ്? ഈജിപ്തിൽ നിന്നും വിടുവിച്ചതിൻ്റെ പ്രതീകമാണ്. ഇവിടെ പെസഹ ആചരിക്കുമ്പോൾ ഒരു കാർന്നോര് അരയിലൊക്കെ കെട്ടി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച്, ആടിനെയൊക്കെ എടുത്തു വെച്ച് നല്ല രീതിയിൽ ടേസ്റ്റായിട്ട് തിന്നുമ്പോൾ കഥകൾ പറയും, പഴയ സംഭവങ്ങൾ പറയും. പുതിയ തലമുറയ്ക്ക് ഈ കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുക്കും, അതിൻ്റേതായ ബോധ്യത്തിൽ പറഞ്ഞു കൊടുക്കും. അവർക്ക് ആ ബോധ്യം ഉണ്ടാവും. ഈ ജനം എന്ന് വഴിതെറ്റിപ്പോകുന്നോ ഇവരുടെ മേൽ പ്രതിസന്ധി വരും. അവർ തിരിച്ചവിടെ വരും, യഹോവയായ കർത്താവായ ദൈവത്തെ ആരാധിക്കും, മാനസാന്തരപ്പെടും, പഴയ പാപത്തിൽ നിന്ന് ഇവർ മാറും. പെസഹായുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട മേഖല ഫറവോയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ പ്രവഹിച്ചുകൊണ്ടായിരുന്നു ഒന്നാം പെസഹ ആചരിക്കപ്പെട്ടത്. ഫറവോയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ കാണിച്ചുകൊണ്ടായിരുന്നു ഒന്നാമത്തെ പെസഹ ആചരിച്ചത്. യഥാർത്ഥ പെസഹായ കർത്താവായ യേശു ക്രിസ്തു, പെസഹ കുഞ്ഞാടായ ക്രിസ്തു തൻ്റെ പെസഹ ആചരിച്ചപ്പോൾ എന്ത് ശക്തിയായിരുന്നു? എങ്ങനെയായിരുന്നു? അവൻ കാൽവരിയിൽ യാഗമായിക്കൊണ്ടാണ് അവൻ സഹിച്ചത്. നമ്മൾ നോക്കുമ്പോൾ ഫറവോയുടെ മേൽ പ്രവർത്തിച്ച ശക്തി അവിടെ ഉണ്ടോ? കാണുന്നില്ല. പകരം നിസ്സഹായനായി, ഒന്നും മുറിയാടാത്തവനായി, നിശബ്ദനായി നിൽക്കുന്ന, എന്നാൽ വിജയം പ്രഖ്യാപിച്ചു ക്രൂശിൽ, അല്ലേ? വിജയം വരിച്ചു. പക്ഷേ നഗ്ന നേത്രം കൊണ്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പരാജയം പോലെ തോന്നുകയും, എന്നാൽ ഈ ശക്തി നമ്മളവിടെ ഇൻവിസിബിൾ ആണ്, വിസിബിൾ അല്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്രിസ്ത്യാനി എന്ന് നശിച്ച് പാപം ചെയ്ത് തകർന്നു കിടക്കുന്ന ഒരു കുടുംബത്തിൽ പോയി നമ്മൾ പറയുകയാണ്, മകനെ നിൻ്റെ പാപമാണ് നിന്നെ തകർത്തിട്ടിരിക്കുന്നത്, കുഴപ്പമില്ല, അടുത്ത ആഴ്ച എടപ്പള്ളി പെരുന്നാളിന് ഞാൻ പോകുന്നുണ്ട്, വീണ്ടും അടുത്ത പരിപാടിന് ചെയ്യുന്നുണ്ട്, അതോടുകൂടി എല്ലാം ഓക്കെ ആവും. അല്ല, ഇതല്ലേ പറയുള്ളൂ? തിരിച്ച് ദൈവത്തിലേക്ക് വരുമോ? ഇവൻ ചെയ്യുന്ന ആഭിചാരം നിർത്തുമോ? മന്ത്രവാദം നിർത്തുമോ? പാപബോധവനുണ്ടാവുമോ? തിരിച്ചു വരുമോ? കാരണം എന്താണെന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. ഫറവോയുടെ മേൽ പ്രവർത്തിച്ച ശക്തി അവർ കണ്ടു, വിസിബിളായിട്ട്. ഇതാണ് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പുതിയ നിയമസഭ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ആ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ കാഴ്ചയാല. 10 മഹാമാരി കാഴ്ചയാല, ചെങ്കടലിനെ പിളർത്തി കാഴ്ചയാല, ജോർദാനെ മാറ്റി കാഴ്ചയാല, ജെറിക്കോയെ തകർത്തു കാഴ്ചയാല, ആകാശത്ത് അഗ്നി ഇറക്കി കാഴ്ചയാല, അത്ഭുതങ്ങൾ അടയാളം മുഴുവൻ എന്താണ്? കാഴ്ചയിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി മുഴുവൻ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസത്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. എടാ, നീ വിശ്വാസം ഉണ്ടായി നീ രക്ഷപ്പെടും. മാനസാന്തരം വേണോ? ഈ വിശ്വാസത്തിൽ വന്നോണം. ഇല്ലേ? എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല, നീ നിൻ്റെ പഴയ പാപത്തിൽ തന്നെ ജീവിക്കും, ജനിക്കും, മരിക്കും, ഒരു വ്യത്യാസമില്ല. ഇത് സഭ വ്യക്തമായിട്ട് പറയുന്ന കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ ഫറവോയുടെ മേൽ ശക്തി കാണിച്ചു ഒരു പ്രാവശ്യം. രണ്ടാമത് ദൈവം ക്രൂശിൽ മരിച്ചു. അവിടെ നമ്മൾ ഈ ശക്തി കാണുന്നില്ല. അവിടെ ഈ ശക്തിയല്ല വെളിപ്പെടുന്നത്. ഇനി അവിടെ ഒരു ശക്തി വെളിപ്പെടുന്നുണ്ട്, നമുക്കത് വിസിബിൾ ആയിട്ടില്ല, നമുക്ക് അവസാനം വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടു, യേശുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞു, ജനം പറഞ്ഞു, ഫറവോ പറഞ്ഞു. ആ ഫറവോയുടെ മേൽ പ്രവർത്തിച്ച അതേ ശക്തിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പവറിനെയും നമ്മൾ കണ്ടു. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. 2 കാര്യം കൊടുത്തു. എന്തൊക്കെ? അധികാരവും ശക്തിയും കൊടുത്തു. പക്ഷേ ഈ അധികാരവും ശക്തിയും കഴിഞ്ഞ് ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, 12 അപ്പോസ്തലന്മാർ തിരിച്ചു വരുമ്പോഴും പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സൗഖ്യപ്പെടുത്തി. ഈ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മുഴുവൻ നമുക്ക് അവിടെ കാണാൻ പറ്റും, അല്ലേ?
അനേക സൗഖ്യങ്ങളുണ്ടായി. അവർ തിരിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ താഴെ വീഴുന്നത് ഞങ്ങൾ കണ്ടു, രോഗികൾ സൗഖ്യപ്പെട്ടത് ഞങ്ങൾ കണ്ടു. അനേക കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അവർ വാചാലനായി. പക്ഷേ ഇതേ വ്യക്തിയോട് വീണ്ടും യേശു പറയുക, ഉന്നതങ്ങളിൽ നിന്നും ശക്തി ലഭിച്ചിട്ടല്ലാതെ നിങ്ങൾ പോകരുത് എന്നുകൂടെ ലൂക്കാ സുവിശേഷത്തിൽ തന്നെ പറഞ്ഞ വാക്യം നമ്മൾ വായിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വീണ്ടും സ്വീകരിക്കണമെന്നും ശക്തിയും സ്വീകരിക്കണമെന്നും അപ്പസ്തോലന്മാരോട് പ്രബോധനമുണ്ടായി. അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം. അപ്പസ്തോല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. എന്താ വ്യത്യാസം എന്നറിയോ? പരിശുദ്ധാത്മാവും ശക്തിയും ഒരുവനിൽ വന്നാൽ, പരിശുദ്ധാത്മാവ് വന്നാൽ മാനസാന്തരം ഉണ്ടാകും, നമ്മളിൽ മാറ്റം ഉണ്ടാകും, വചനം നമ്മൾ കേൾക്കും, നമ്മൾ സുവിശേഷത്തിൻ്റെ കൂടെ നടക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും, കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും മാനസാന്തരത്തിൻ്റെ എല്ലാ ഫലങ്ങളും ഉണ്ടാവും. പക്ഷെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ഒരുവൻ എഴുന്നേറ്റാൽ അവൻ എന്ത് സംഭവിക്കും? അവൻ സമരിയായാലും യൂദയായാലും ഭൂമിയുടെ അറ്റം വരെ തൻ്റെ ശുശ്രൂഷകളെ നടത്തും. ഇതാണ് ശക്തിയുടെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവും ശക്തിയും ഒരുവൻ്റെ മേൽ വന്നാൽ അവൻ്റെ ശുശ്രൂഷ അത് രാജ്യങ്ങൾ കടക്കും, ഏത് തരത്തിൽ വേണമെങ്കിലും ചെല്ലും. നമ്മൾ എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യും? എവിടെയൊക്കെ ചെയ്യും? സേഫ് സോൺ എവിടെയുണ്ടോ അവിടെ മാത്രം നമ്മൾ ശുശ്രൂഷ ചെയ്യും. അടി കിട്ടുന്ന സ്ഥലം നമുക്ക് താല്പര്യമില്ല. തൽക്കാലം അടി കിട്ടുന്ന സ്ഥലത്തേക്കൊന്നും പോകണ്ട, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല. അടി കിട്ടുന്ന, അല്ലെങ്കിൽ അടിയിൽ നിന്ന് പോയിട്ട് ആന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ പറയും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും രക്ഷപ്പെടും. കാരണം എന്താ? നമ്മളിൽ ശക്തി ഇല്ല. പൗലോസ് അപ്പസ്തോലൻ ശുശ്രൂഷയിൽ നമ്മൾ വചനമുണ്ട്, ഞാനത് വായിപ്പിക്കില്ല. കാരണം അപ്പസ്തോലൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, പൗലോസ് സാവൂൾ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. എവിടെയൊക്കെ പോയി? അപ്പസ്തോലൻ്റെ യാത്രകൾ നിങ്ങൾ നോക്കിക്കോ, സകല രാജ്യങ്ങളിലും പോയി. ഇതെല്ലാം ശ്രേഷ്ഠമായ വലിയ സാമ്രാജ്യങ്ങളിലാണ് അപ്പസ്തോലൻ പോയിട്ട് യേശു ഏകരക്ഷകൻ എന്ന് പ്രഖ്യാപിച്ചത്. അടിക്ക് വല്ല കുറവുണ്ടായോ? പുള്ളിക്ക് വല്ല കുറവുണ്ടായോ? ഒന്ന് വീതം 3 പേരായിരുന്നു. ഒന്നിനൊരു കുറവുണ്ടായില്ല. കാരണം ശക്തി വന്നാലുള്ള പ്രത്യേകത അതാ. നമ്മൾ വിചാരിക്കും സുവിശേഷം വളരെ സ്നേഹത്തിൻ്റെയാണ്, എല്ലാവരും നമ്മളെ സ്നേഹം കൊണ്ട് പൊതിയും, എല്ലാവരും നമ്മളെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ ഉമ്മയുടെ മുമ്പിൽ ചിലപ്പോൾ കല്ലും കൊണ്ടൊക്കെ ആയിരിക്കുന്നു മാത്രം ഉമ്മ വരുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഉമ്മയൊന്നും ആയിരിക്കില്ല കിട്ടാൻ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് നോർത്തിൽ പോയി സുവിശേഷം പറയാം. ഞങ്ങൾ കത്തോലിക്കരുടെ ഇടയിലേക്ക് നിങ്ങളൊന്ന് പോയി സുവിശേഷം പറയാം, അപ്പോൾ കാണാം നോർത്തിൽ കിട്ടുന്നതിന് വലിയ വെറുതെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചുമ്മാ കമൻ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എൻ്റെ പാവം മരിച്ച അപ്പനും അമ്മയും അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഇപ്പോഴും തിരിച്ചിറങ്ങി വന്ന് എന്നോട് പറയുന്നുണ്ട്, അവിടെ നിർത്തണമെന്ന് പറയുന്നുണ്ട്. അമ്മാതിരി തെറിയാണ്. ഞാൻ വരെ അത്ഭുതപ്പെട്ടു, ഇത്രയും നല്ല ലാംഗ്വേജൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നോ? ഞാൻ മറന്നു കിടക്കായിരുന്നു. ഇതൊക്കെ വായിച്ചപ്പോൾ വീണ്ടും ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റി. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എന്നാൽ കുറേ കാലമായിട്ട് നമ്മൾ മറന്നു കിടന്ന നല്ല നാടൻ ഭാഷയൊക്കെ ഇപ്പം ഞാൻ വെറുതെ കമൻറ്റ് ബോക്സിൽ ഞാൻ വായിച്ചു, കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തു, പിന്നെ കുറേയൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. കിടക്കട്ടെ, നിങ്ങളും വായിക്കി, നിങ്ങൾ എന്നെ എഴുതിയിരുന്നല്ലേ, അവരും വായിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറേയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. ഹല്ലേലൂയ, യേശുവേ ആരാധന. നമുക്ക് നോർത്തിൽ സുവിശേഷം പറയാം, ചിലപ്പോൾ അടി കിട്ടും, കിട്ടാതിരിക്കത്തൊന്നുമില്ല. എന്നാലും ഇവിടെ കിട്ടുന്ന അത്രയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വിശുദ്ധരായിട്ടും ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അടി ഇവിടെ നിന്നായിരിക്കും കൂടുതൽ കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ശുശ്രൂഷ ചെയ്തു തുടങ്ങിയപ്പോൾ ഉള്ള വ്യത്യാസം നമ്മൾ പൗലോസിൽ കാണുകയാണ്. പൗലോസ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കർത്താവിൻ്റെ സുവിശേഷം സാക്ഷിയായി മാറി ശക്തമായി ദൈവത്തെ കൊടുക്കാൻ തുടങ്ങി. നമുക്ക് എത്ര പേർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്? കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ ശക്തി അത്രത്തോളം ക്ഷയിച്ചതാണ്, അല്ലെങ്കിൽ ശക്തിയില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ശുശ്രൂഷയിൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവുണ്ട്, മാനസാന്തരമുണ്ട്, മാനസാന്തരത്തിൻ്റെ ഫലങ്ങളും വരങ്ങളും അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, വരങ്ങൾ, ഫലങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് തോന്നുന്നു ഒരു 1000 പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്ന വിഷയമാണ് അല്ലേ? ദാനങ്ങളെക്കുറിച്ചും വരങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും. അപ്പോൾ ഇതെല്ലാം നമ്മളിൽ ഉണ്ട്. പക്ഷേ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ട രീതിയിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ശക്തിയിൽ എവിടെയോ ഒരു കുറവുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 10-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 10-ാം വാക്യം.
ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവർ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ. മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തിയാണ് ഈ മനുഷ്യൻ. ഇത് ആരെക്കുറിച്ച് പറയുന്നത് അറിയോ? ആരെക്കുറിച്ചെന്നറിയോ? ശിമയോൻ എന്ന മന്ത്രവാദിയെ കുറിച്ച് പറയുന്നതാണ്. ജനം മുഴുവൻ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തിയാണ് ഇവൻ. വേറൊന്നുമില്ല, അവൻ കുറേ ജാലവിദ്യയൊക്കെ കാണിക്കും, മന്ത്രവാദിയാണ്, അവൻ കൺകെട്ട് വിദ്യക്കാരനാണ്. ശിമയോൻ അത്യാവശ്യം കൊള്ളാവുന്ന, നമ്മളിവിടെ കണ്ടിട്ടില്ലേ ചില മനുഷ്യ ദൈവങ്ങൾ വായുവിൽ നിന്നും ആപ്പിൾ എടുക്കും, ഭസ്മം എടുക്കും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വായുവിൽ നിന്ന് എടുക്കും അല്ലേ? അങ്ങനെ ചില ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പോൾ ആപ്പിൾ കഴിക്കാനുള്ള താല്പര്യമില്ല, മുന്തിരി തരാമോ സാറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല, മുന്തിരി അടുത്ത ആഴ്ച തരാൻ, വേണമെങ്കിൽ പ്രിപ്പയർഡായിട്ട് പഠിച്ചിട്ട് വന്നിട്ട് തരാം, ഇപ്പോൾ ഇതേ വഴിയുള്ളൂ എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള ചില കൺകെട്ട് വിദ്യയും ആ രീതികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ മന്ത്രവാദിയാണ് ആര്? ശിമയോൻ. ഈ ശിമയോനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ജനം പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. ജനം എന്താ പറയുന്നത്? ചെറിയവർ മുതൽ വലിയവർ വരെ, കൊച്ചു പിള്ളേർ തുടങ്ങി വലിയ ആളുകൾ വരെ എല്ലാവരും ശിമയോനെ കുറിച്ച് പറയുകയാണ്, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തിയാണ് ഇവൻ. എന്നിട്ട് താഴോട്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ മറിമായം സംഭവിച്ചു. എന്താണ്? താഴോട്ട് വായിച്ചോ. ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത്. എന്താണ് കാരണം? അവൻ ദീർഘകാലം ഈ മാന്ത്രിക വിദ്യയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ശിമയോൻ പോലും വിശ്വസിച്ചു. അതായത് ശക്തിയിൽ തൻ്റെ ശുശ്രൂഷ പീലിപ്പോസ് നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ജനം മുഴുവൻ അംഗീകരിച്ച ശ്രേഷ്ഠനായ ശിമയോൻ താണു വണങ്ങിയിട്ട് പറഞ്ഞു, സറണ്ടർ, ഞാൻ വെറും പുഴു, നീയാണ് മുറ്റ്, നീയാണ് പവർ. അതുകൊണ്ട് എടാ എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ നിനക്ക് തരാം, ആ പവർ ഇങ്ങോട്ട് താ. ഞാൻ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരികയും ശക്തി വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ പവർ പോരട്ടെ, ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ്. അതായത് അവൻ്റെ കാര്യം മനസ്സിലായി, നമ്മൾ വെറും ശിശുവാണെന്നും പുഴുവാണെന്നും മനസ്സിലായി. ഇതിന് കാരണം എന്താ? പീലിപ്പോസ് തൻ്റെ ശുശ്രൂഷ ശക്തിയാലാണ് ചെയ്തത്. ഏത്? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമാണ് തൻ്റെ ശുശ്രൂഷ ചെയ്തത്. ഏത് മന്ത്രവാദിയെ മാനസാന്തരപ്പെടുത്താൻ കഴിവുള്ള ഒരു തവണ പഴകുളം പാസിൽ ഒരു മന്ത്രവാദി വന്നിരുന്നു. അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആ മന്ത്രവാദിയെ കണ്ടുപരിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ആളുടെ പല്ലൊക്കെ ഇങ്ങനെ നീണ്ടു വന്നു തുടങ്ങിയായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ശ്രേഷ്ഠനായ മന്ത്രവാദിയായിരുന്നു. പുള്ളി വന്നപ്പോൾ ഒരു സാധാരണക്കാരൻ, പാവപ്പെട്ടൊരു മനുഷ്യൻ, പാവം മനുഷ്യൻ, നമ്മുടെ അതിൻ്റെ വീഡിയോ എപ്പോഴും കിടക്കുന്നുണ്ട്. ആദ്യത്തെ ധ്യാനത്തിന് വന്നു. 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസമാണ് പുള്ളി പറഞ്ഞ്, ഞാൻ തമിഴ്നാട്ടിലൊരു ചിന്ന ദൈവമാണ് സാറേ, തിരക്കേടില്ലാത്ത കാശുണ്ടാക്കുന്ന ഒരു ചിന്ന ദൈവമാണ് ഞാൻ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നത്തെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു പെട്ടി ഓട്ടോറിക്ഷയും വിളിച്ചുകൊണ്ട് വന്നേ. പുള്ളിയുടെ ദൈവങ്ങളെ ഞാൻ കുറേ കാലമായിട്ട് പൂജിക്കുന്ന ദൈവങ്ങളാണ്, ഇതിനൊന്നും വലിയ കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ധ്യാനത്തിന് ഞാനിവിടെ അടിച്ച് തലതല്ലി വീണ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാന്ന് മനസ്സിലായി. അതുകൊണ്ട് ബ്രദറെ, ആ കർത്താവിലൂടെ, ആ ക്രിസ്തുവിലൂടെ, ആ പവറിലൂടെ എന്നെ ഒന്ന് വിടുവിക്കാൻ പറഞ്ഞു. മന്ത്രവാദിയെ മാനസാന്തരപ്പെടുത്താൻ പറ്റി. എത്രയോ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാനസാന്തരപ്പെടുത്തി. ജീസസ് കൃഷ്ണനോട് മാനസാന്തരപ്പെട്ട എത്ര കുടുംബങ്ങളുള്ളത്. ഇതുപോലെയുള്ള ഇത്രയും വലിയ മന്ത്രവാദത്തിലും ഈ രീതിയിലൊക്കെ കിടന്ന് നമ്മൾ പുറത്തൊന്നും പോകണ്ടല്ലോ, നമ്മളൊക്കെ ആരായിരുന്നു അല്ലേ? ഇനി ഞാൻ കഥയൊന്നും പറയണ്ടല്ലോ അല്ലേ? അല്ലേ ഇതൊക്കെ ഏതായിരുന്നു? ഏത് കൂടോത്രമായിരുന്നു നമ്മുടെ മെയിനായിട്ട്? കടമറ്റം അല്ലേ? കടമറ്റത്തിൽ പോകാത്ത കുടുംബം ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആവോ? എനിക്കറിയാൻ പാടില്ല. സകലവിധ കൂടോത്രം ചെയ്ത് എല്ലാ തരത്തിലും നടന്നവരാണ് നമ്മൾ പലരും. അതിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ, ഇന്ന് മാനസാന്തരത്തിൻ്റെ ഒരു പവറിലേക്ക് എത്തിക്കുവാൻ ദൈവം തൻ്റെ ശക്തി പ്രയോഗിച്ചു. ഇവിടെ നമ്മൾ ബൈബിൾ അപ്പസ്തോല പ്രവൃത്തിയിൽ അതേ കാര്യം തന്നെ കാണുന്നത്. എന്താണ്? ശിമയോൻ ആ വ്യക്തിയെ പോലും മാറ്റുവാൻ ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിച്ചു. ഒരു പീലിപ്പോസ് എന്ന വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിച്ചു. അപ്പസ്തോല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അപ്പസ്തോല പ്രവൃത്തി 6:8. അവിടെയും നമ്മൾ ഇതേ ശക്തി തന്നെ സ്തെഫാനോസിൽ പ്രവർത്തിക്കുന്നത് നമ്മളൊന്ന് കാണുകയാണ്. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യേ പ്രവർത്തിച്ചു. കിറേനക്കാരും അലക്സാണ്ട്രിയക്കാരും കിലിയക്കാരും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെടുത്തിയിരുന്നവർ. സ്തെഫാനോസിന്റെ മേൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആദ്യം വായിച്ചോ, ഒന്നിനും വായിച്ചോ മോനെ. 8:10 വായിച്ചു. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു. എന്തൊക്കെ നിറഞ്ഞു എൻ്റെ മേൽ? കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു. നിങ്ങൾ അതിനു മുമ്പ് സ്തെഫാനോസിനെ വേറൊരു കാര്യം വായിക്കുന്നുണ്ട്. ജ്ഞാനമുള്ളവൻ, പരിശുദ്ധാത്മാവുള്ളവൻ.
അങ്ങനെയാണ് 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരാണ് ഇവർ രണ്ടുപേരും. അല്ല, അത് വായിക്കുന്നത് തൊട്ട് മുമ്പ് വായിച്ചാൽ കിട്ടും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാലും മതി. അപ്പോൾ ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസിന് പിന്നീട് ദൈവവചനം പറയുകയാണ് കൃപാവരവും ശക്തിയും നിറഞ്ഞു. അപ്പോൾ കൃപാവരവും ശക്തിയും നിറഞ്ഞപ്പോൾ പഴയ സ്തെഫാനോസ്, ഏത് വിളമ്പശാലയിൽ വിളമ്പിക്കൊടുത്ത സ്തെഫാനോസ്, എന്തിനാണ് സ്തെഫാനോസിനെ തിരഞ്ഞെടുത്തത്? 7 പേരെ തിരഞ്ഞെടുത്തത് എന്താ? ഭക്ഷണമേശയിലെ തർക്കത്തിനായിരുന്നല്ലോ തിരഞ്ഞെടുത്തത് അല്ലേ? ഭക്ഷണം വിളമ്പുന്നത് ഞങ്ങളുടെ സ്ത്രീകൾക്ക് കുറച്ചേ കിട്ടുന്നുള്ളൂ, മറ്റുള്ളവരുടെ സ്ത്രീകൾക്ക് കൂടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇവർ പോയി കുശുകുശുത്തു പരാതി പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു ഞങ്ങൾ ശുശ്രൂഷ ചെയ്യും, കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യും, ഇതിനു വേണ്ടി നമുക്കൊരു 7 പേരെ തിരഞ്ഞെടുക്കാം, പരിശുദ്ധാത്മാവും ജ്ഞാനമുള്ള 7 പേരെ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ 7 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരുവനാണ് ആര്യ സ്തെഫാനോസ്. എന്നാൽ ആ സ്തെഫാനോസ് കൃപാവരവും ശക്തിയും നിറഞ്ഞു. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. ക്രിസ്തുവിന് വേണ്ടി അവൻ പൂർണ്ണമായി തന്നെ വിട്ടുകൊടുത്തപ്പോൾ കൃപാവരവും ശക്തിയും നിറഞ്ഞു. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അവനിലൂടെ സംഭവിച്ചു. അതല്ലേ വായിച്ചത്? ഒന്നുകൂടി വായിച്ചോ, ആ വാക്യം ഒന്നുകൂടി വായിച്ചോ മോനെ. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ടു നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. സ്തെഫാനോസിന് കിട്ടിയ അനുഗ്രഹം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്ലുകൾ കൊണ്ടുള്ള ചുംബനമാണ് സ്തെഫാനോസിന് കിട്ടിയത്. ചെയ്തെന്തായിരുന്നു? ശക്തിയിലുള്ള ശുശ്രൂഷ. ദൈവത്തിൻ്റെ ശക്തി കൃപാവരം അവൻ്റെ മേൽ വന്നപ്പോൾ ആ ശക്തിയിലും കൃപാവരത്തിലും അവൻ ശുശ്രൂഷ ചെയ്തപ്പോൾ സമൂഹം അവനെ സ്വീകരിക്കുകയല്ല, ഏറ്റെടുക്കുകയല്ല, പകരം എന്ത് ചെയ്തു? അവനെ കല്ലെറിഞ്ഞു കൊന്നു. അതാണ് കണ്ടത്. എന്നാൽ സ്തെഫാനോസിൻ്റെ കരങ്ങളിലൂടെ അത്ഭുതം സംഭവിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു, എല്ലാവിധ പ്രവർത്തനങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും. ശക്തിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്ന അപ്പസ്തോലന്മാരെ കണ്ടു, പീലിപ്പോസിനെ കണ്ടു, സ്തെഫാനോസിനെ കണ്ടു, ഇനി ഈ പറയുന്ന ശിമയോനെ പോലും മാനസാന്തരപ്പെടുത്തിയത് നമ്മൾ കണ്ടു. സാവൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സാവൂളിൽ പരിശുദ്ധാത്മാവും ശക്തിയും വന്നപ്പോൾ യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ലോകത്തോട് പ്രഘോഷിക്കാൻ തുടങ്ങി. അത് അപ്പോസ്തല പ്രവൃത്തി 9:22 കിടക്കുന്നുണ്ട്, നിങ്ങളത് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. അപ്പം ഇത്രയും മേഖലകൾ നമ്മൾ കാണുന്ന മേഖല ഒറ്റ വിഷയമാണ്, ഒരുവനിൽ പരിശുദ്ധാത്മാവ് മാത്രമല്ല പരിശുദ്ധാത്മാവിനാൽ ശക്തിയിൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ ശക്തിയിൽ നിറയണം. അങ്ങനെ ശക്തിയിൽ നിറഞ്ഞാൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്ക് തൊടാൻ ജനം തിക്കിപ്പാർത്തതുപോലെ ഇതേ അപ്പസ്തോലന്മാരുടെ ചുറ്റും ജനം കൂടി. തെളിവ് വചനത്തിൽ വ്യക്തമായിട്ട് അപ്പസ്തോല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. സാവൂൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ, അല്ലെങ്കിൽ സാവൂൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ നിഴലൊന്ന് പതിക്കാനെങ്കിലും രോഗികളെ കൊണ്ടുവന്ന് അവൻ പോകുന്ന വഴികളിൽ രോഗികളെ കിടത്തി. യേശുവിൻ്റെ കാര്യത്തിൽ ഇതേ കാര്യം തന്നെയല്ലേ സംഭവിച്ചത്? യേശു പോകുന്ന വഴികളിൽ അന്ധന്മാർ വന്നിരുന്നു, രോഗികളെ കൊണ്ടുവന്ന് കിടത്തി, കുഷ്ഠരോഗികൾ വന്നിരുന്നു. നസ്രായനായ യേശുവേ എന്നിൽ കനിയണമെന്ന് അവർ വിളിച്ചു പറയാൻ തുടങ്ങി, സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. ഇതേ കാര്യം തന്നെ പത്രോസിനും പൗലോസിനും സംഭവിക്കുന്നു. കാരണം എന്താ? ഇവരെല്ലാം ശക്തിയാൽ നിറഞ്ഞു. നമ്മുടെ വസ്ത്രത്തിൽ തൊടുമ്പോൾ വിയർപ്പ് നാറ്റല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിൽ നിലനിൽക്കുന്നു. ഞാൻ നിങ്ങളോട് മാത്രമല്ല കേട്ടോ പറയുന്നത്, ഇതെന്നോടും ബാധകമാണ്, എനിക്കും ബാധകമാണ്. ഞാൻ മലമുകളിൽ വെച്ച് ഈ വചനം പ്രിപ്പറേഷൻ നടത്തിയപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാലോ, ഓരോ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് നോക്കിയൊക്കെ പോവും. ഇത് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അല്ല അപ്പോൾ ഈ പവർ എൻ്റെ മേലെ എവിടെയാണ്? ഇത് എത്രത്തോളം ഉണ്ട്? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. ചോദ്യം മുഴുവൻ അങ്ങോട്ടല്ല. ഇപ്പം ഞാൻ ഈ ചോദിച്ച എല്ലാ ചോദ്യവും ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചെങ്കിലും ഈ ചോദ്യം മുഴുവൻ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് പ്രസംഗിക്കുന്നതോടൊപ്പം ഈ ശക്തിയിൽ നിറയാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. ഇത് പ്രസംഗിക്കുന്നതോടുകൂടെ നമ്മൾ ഒരുമിച്ച് ഈ ശക്തി പ്രാപിക്കണം. അല്ലാതെ ഞാനിതെല്ലാം പ്രാപിച്ച് ഞാൻ ശ്രേഷ്ഠനായി കേമനായി നിൽക്കുന്നു, നിങ്ങൾക്കൊന്നുമില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾക്കിതില്ല. നിങ്ങൾക്ക് തൊട്ടാലും എന്നെ തൊട്ടാലും കിട്ടുന്നത് വേർപ്പതാറ്റോളം, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും കിട്ടാനില്ല. അപ്പോൾ ഈ ശക്തിയിലേക്ക് നമ്മൾ വരണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തു ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നമ്മൾ അഭിഷേകം ചെയ്യാനാണ്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നമ്മുടെ ശുശ്രൂഷയെ വളർത്താനാണ്. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നമ്മളെ മുന്നോട്ട് നയിക്കാനാണ്. നമ്മളിപ്പോഴും LKG UKG പഠിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ പ്രാപിക്കും? എങ്ങനെ നടക്കും? ഒരൊറ്റ കാര്യമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അപ്പസ്തോലന്മാർ ആരും തലകുത്തിന്നില്ല, ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, തന്നെ വിട്ടുകൊടുത്തു, തന്നെ പൂർണ്ണമായി
വിട്ടുകൊടുത്തു. അവരെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വഹിച്ചു, ശക്തി പ്രവർത്തിച്ചു. അവരിലൂടെ ആ ശക്തി മുഴുവൻ നടന്നു. സ്തെഫാനോസിൽ കാണാം, പീലിപ്പോസിൽ കാണാം, പത്രോസിൽ കാണാം, പൗലോസിൽ കാണാം. എല്ലാ അപ്പസ്തോലന്മാരിലും ഇതേ കാര്യം തന്നെ കാണാം. 12 പേര് പോയപ്പോഴും ഈ 12 പേർക്കും ഇതിന് സംഭവിച്ചു. ഇവർ 12 പേരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന 120 പേരും ഈ ശക്തി പ്രാപിച്ചു. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവർ വളർന്നു. നമ്മൾ പിന്നീട് കാണുന്നത് അവർ പോയി സകലയിടത്തും സുവിശേഷം പ്രസംഗിച്ചു. അന്ന് 1, 2, 3 നൂറ്റാണ്ടുകളിൽ സഭ ഏൽപ്പിക്കപ്പെട്ട പീഡനം വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് എന്ത് പീഡനമുള്ളേ? നമുക്ക് എന്ത് പ്രശ്നമുള്ളേ? എന്ത് പ്രതിസന്ധിയുള്ളേ? സുവിശേഷം പറയാൻ നമുക്ക് എന്ത് തടസ്സമുള്ളേ? എന്ത് പ്രോബ്ലം നമ്മൾക്ക് ഫേസ് ചെയ്യുന്നത്? അന്ന് ക്രിസ്ത്യാനി എന്ന് ഒരുവൻ പരസ്യമായി പ്രഖ്യാപിച്ചാൽ മരണമാണ് അവൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നത്. അവൻ്റെ മുൻപിൽ തുറന്ന വാതിൽ ഒരു കൊലക്കയറാണ് അവൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ക്രിസ്ത്യാനിക്ക് പ്രശ്നമുണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഇന്ന് ദൈവവചനം എടുത്തു വെച്ച് സത്യസുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് ഭയമാണ്, നമുക്ക് ധൈര്യമില്ല. യേശുവാണ് ഏക ദൈവമെന്ന് പറയാൻ ഇവിടുത്തെ നേതാക്കന്മാർ ഭയക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയാൽ മതി. നമ്മളെല്ലാത്തിനെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് സത്യസുവിശേഷം പ്രസംഗിക്കാൻ ഇവിടെ ആരും തയ്യാറല്ല, ആർക്കും ഒരു താല്പര്യമില്ല. കാരണം ശക്തിയുടെ ശുശ്രൂഷ ഇന്ന് കേരളത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ശക്തിയുടെ ശുശ്രൂഷയാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് കേരളം ക്രിസ്ത്യാനിറ്റി ഏറ്റവും ഫസ്റ്റ് ഇതിൽ നിന്നേനെ. എത്ര ശതമാനം ഉണ്ടെന്ന് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി എത്ര ശതമാനമുണ്ട്? ഒരു 100 വർഷം എടുത്ത് മുമ്പ് നോക്കിയാൽ അത് തന്നെ എപ്പോഴും ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല ശതമാനക്കണക്കിൽ. കാരണം ശക്തിയുടെ ശുശ്രൂഷ ഇന്നില്ല. ആകെയുള്ളത് ഗോസ്പലുണ്ട്, ആകെയുള്ളത് മണി മേക്കിംഗ് ഗോസ്പലാണ്. ഇതിനപ്പുറത്തോട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഈ ഒരു ബേസ് വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുക. അപ്പസ്തോലിക ബേസ് വെച്ചിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുക, ഏത് ശുശ്രൂഷയാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത്? മണി മേക്കിംഗ് ഗോസ്പലാണോ അതെയോ പവർഫുൾ ഗോസ്പലാണോ ഇന്ന് നടക്കുന്നത്? നമ്മളിൽ നടക്കുന്നത് എന്താണ്? ഏത് ശുശ്രൂഷയാണ് നമ്മളിൽ നടക്കുന്നത്? എന്തായാലും എനിക്കൊരു കാര്യം ധൈര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം, ജീസസിനോട് ശക്തിയിൽ സുവിശേഷം പ്രഘോഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന കൂട്ടായ്മ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം നിങ്ങളെല്ലാം പല ഡിനോമിനേഷനിൽപ്പെട്ട ആളുകളാണ്. നിങ്ങളെ ആരെയും സഭ മാറ്റാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. എല്ലാവരും അവരവരുടെ സഭയിൽ നിൽക്കുന്നു. എന്നാൽ ആ സഭയിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു കൂട്ടായ്മ ഇന്ന് നമുക്കിവിടെ ഉണ്ടെങ്കിൽ ശക്തിയാൽ സുവിശേഷം പ്രസംഗിച്ചിട്ടാണ്. മണി മേക്കിങ്ങിലാണ് നമ്മൾ സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ നിങ്ങളുടെയൊക്കെ പോക്കറ്റ് കാലിയായേനെ. ഞങ്ങളൊക്കെ ഇന്ന് വീർത്ത് ചീർത്ത് ഒരു ഭാഗമായേനെ. ഇപ്പോഴും പണിയെടുത്താൽ ജീവിക്കുന്നത്. പലരും നമ്മുടെ യൂട്യൂബിൽ കമൻ്റ് ഇടും, പോയി പണിയെടുത്ത് ജീവിക്കണമെന്ന്. ഞാൻ എടുക്കുന്ന പണി ഈ കമൻ്റ് ഇടുന്നവനോട് എടുത്തേണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. കാരണം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എത്ര ദിവസം സ്റ്റഡി വേണം, എത്ര പുസ്തകം പരിശോധിക്കണം, എത്ര സമയമെടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് ഇതിൻ്റെ തെളിവുകളടക്കമുള്ള സകല കാര്യങ്ങളും വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ചില്ലറ കഷ്ടപ്പാടാ. ഇനി അത് ഷൂട്ട് ചെയ്തു, ഈ സംഭവം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്തിരുന്ന് ചെയ്യണം. എത്ര സമയം എടുത്താലേ ഈ കാര്യം ചെയ്യാൻ പറ്റുക? ഈ പണി വേറെ എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഇരട്ടി പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, എന്ത് കിട്ടും നമുക്കറിയാം. വെറുതെ ചോദിച്ചു, നിങ്ങൾ വെറുതെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എത്ര വ്യൂസ് ഉണ്ടായി, എത്ര രൂപ കിട്ടും എന്ന് വെറുതെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ഇത്രയും പണി ഞാനൊരു ദിവസം, ബേസിക്കലി ഞാനൊരു ക്യാമറമാനാണ്. നമ്മളൊരു ദിവസം വർക്കിന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ 4 ഇരട്ടി പൈസ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി അധ്വാനം, എത്രയോ ദിവസങ്ങളെടുത്തിട്ടുള്ള അധ്വാനത്തിലാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ അല്ലാതെ എന്നെ ഉയർത്തി ഇത് കാണിച്ചതല്ല, ഫാക്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ആലോചിക്കുക, നമ്മൾ ശക്തിയിലാണോ നമ്മുടെ ശുശ്രൂഷ നടത്തുന്നത്? ശക്തി പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് ഈ മേഖല നമ്മൾ പറയുമ്പോൾ ഒറ്റ വിഷയമേ ഉള്ളൂ, ശക്തി പ്രാപിക്കണം. നമ്മൾ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നും ശക്തിയുടെ ശുശ്രൂഷ പ്രാപിക്കണം. ഈ ശക്തിയുടെ ശുശ്രൂഷ പ്രാപിച്ചാൽ സംതിങ് ഡിഫറെൻറ്റ്, കാര്യങ്ങൾ വ്യത്യാസം വരും, വലിയ മാറ്റം വരും, കാര്യങ്ങളിൽ വലിയ വ്യതിയാനം വരും, വിശ്വാസ സമൂഹത്തിൽ വലിയ എണ്ണസംഖ്യ വലിയ വ്യത്യാസം വരും, ഇന്നും മുരടിച്ച് നിൽക്കുന്ന രീതി വ്യത്യാസം വരും. ഇനി ഈ ശക്തി പ്രാപിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പസ്തോലൻ 2 കൊരിന്തോസ് അതിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം, എന്തുകൊണ്ടാണ് നമ്മൾ ശക്തി പ്രാപിക്കാത്തത്, നമ്മൾ എങ്ങനെ ആയാലാണ് ഈ ശക്തി പ്രാപിക്കാൻ കഴിയുക എന്നുള്ളത് വ്യക്തമായിട്ട് 2 കൊരിന്തോസ് 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. വായിക്കാം. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്,
ഞങ്ങളുടേതല്ല എന്ന് വിളിക്കപ്പെടുന്നതിന് ഈ നിധി വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ പരമമായ ശക്തി, ഈ ശക്തി ദൈവത്തിന്റെ ശക്തി, ഈ പരിശുദ്ധാത്മാവിലൂടെ വരുന്ന ഈ ശക്തി പ്രാപിക്കുന്നവൻ, അത് ഞങ്ങളുടെയല്ല, ആ ശക്തി ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി, ഈ ശക്തി മൺപാത്രത്തിലാണ് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മൺപാത്രത്തിൻ്റെ പ്രത്യേകത എന്തുവാ? താഴെ വീണ ഉടഞ്ഞു പോകും. ഒരു നിമിഷം മതി ഇത് ഉടഞ്ഞു പോകാൻ, ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വേണമെങ്കിൽ ഇറ്റ്സ് ബ്രോക്കൺ, പെട്ടെന്നാകാം. ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ആരായി മാറി? ഇതെൻ്റെ ശക്തി ആണ് എന്ന ബോധ്യത്തിലേക്ക് ഒരുവൻ വന്നാൽ അവൻ ആരായി? അവൻ താൻ ദൈവമായി, അല്ലേ? അവൻ താൻ ദൈവമായി. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, ഷിബൂർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഡെലിവറൻസ് ആകട്ടെ, രോഗസൗഖ്യമാകട്ടെ, എന്ത് കാര്യവും ഒരു സാക്ഷ്യം പറയുമ്പോൾ തിരുത്തും കൃത്യമായിട്ട്. ഷിബു ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചു എന്നല്ല, ഷിബു ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൃപയാൽ ചെയ്തു. ക്രെഡിറ്റ് ആർക്കാ? ക്രിസ്തുവിന്, യേശു ക്രിസ്തുവിന്. അല്ലാതെ പ്രാർത്ഥിച്ചവന് യാതൊരു ക്രെഡിറ്റില്ല. ഞാനൊരു പോസ്റ്റ്മാൻ മാത്രം. ലെറ്റർ അയച്ചത് വേറെ ആള്, ലെറ്റർ സ്വീകരിക്കുന്നത് വേറെ ആള്. ഞാനിത് ആരുമല്ല, ഞാൻ വെറും ഒരു വേലക്കാരൻ. ഇതിനപ്പുറത്തോട്ട് എനിക്ക് യാതൊരു വിധ റോളും ഇല്ല. എപ്പോഴും ബ്രദർ എടുത്തു പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു വെറും പോസ്റ്റ്മാൻ. മൺപാത്രത്തിൽ നൽകിയിരിക്കുന്ന നിധിയാണത്. ഈ പവർ എൻ്റെ മേൽ വരണമെങ്കിൽ നമുക്ക് ആദ്യം വരേണ്ട ബോധ്യമാണ്, ഞാൻ വെറും മൺപാത്രമാണ്, താഴെ വീണ ഉടഞ്ഞു പോകാവുന്നതേ ഉള്ളൂ എന്ന തിരിച്ചറിവ് എപ്പോൾ നമ്മളിലേക്ക് വരുന്നോ, ഒരുപക്ഷെ എൻ്റെയൊക്കെ അഹങ്കാരമായിരിക്കാം ഈ ശക്തി കാര്യമായി നമ്മളിൽ വരാത്തത്. നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ചിന്ത അതാണ്, എൻ്റെ അഹങ്കാരമായിരിക്കാം, എൻ്റെ കുറവ് തന്നെയായിരിക്കാം. എപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഇതെൻ്റെ പവറിലല്ല, എൻ്റെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയാലാണ്. നിങ്ങളെക്കുറിച്ച് ബിബിൻ ബ്രദർ കണ്ണടച്ചിട്ട് 10 മെസ്സേജ് പറയുന്നു. വേണ്ട, ചിലരുടെ വീട്ടിൽ പോയിട്ട് 10 ഒന്നല്ല, 20 40 എഴുതിയിട്ട് തീർന്നിട്ടില്ല, 100 എഴുതിയ കേസുകളുണ്ട്. കർത്താവ് കഴിഞ്ഞ 20, 40, 50 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ തുടരെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബിബിൻ ബ്രദർ പറയുന്നത് ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം ബിബിൻ ബ്രദർ എപ്പോഴും പറയും, നമ്മളില്ല അവിടെ. ക്രിസ്തു നിങ്ങളോട് ഉള്ള സ്നേഹം കൊണ്ട്, ദൈവം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, അല്ലാതെ ബിബിൻ ബ്രദറിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? ആണോ? പോളക്കാട്ട് കുടുംബത്തിൽ ആർക്കും ഈ കഴിവില്ലെന്ന്. അവിടെ ഇല്ല ഈ സാധനം, അവിടെ തപ്പി നോക്കിയാൽ കാണൂല. ഇത് അവിടെ നിന്ന് വന്നതല്ല, ഇത് സ്വർഗത്തിൽ നിന്നും ദൈവം കൊടുക്കുന്ന കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തി. അല്ലാതെ ആ കുടുംബത്തിൽ നിന്നല്ല ഇത് വരുന്നത്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് എപ്പോൾ പൂർണ്ണമായുണ്ടോ അവിടെയാണ് ദൈവം ശക്തിയാലും കൃപയാലും ആ വ്യക്തിയിലൂടെ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ദൈവം ഉയർത്തി അവനിലൂടെ ശക്തിയാൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവൻ ആദ്യം വേണ്ട ബോധ്യം ഇതാണ്, ഞാനൊരു വെറും മൺപാത്രമാണ്, ഇത് താഴെ വീണ ഉടഞ്ഞു പോകാവുന്നതേ ഉള്ളൂ എന്ന ബോധ്യം ഒരുവനിൽ വന്നാൽ അവനിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വരും. അവനിലൂടെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങും. കാരണം അത് ഉപയോഗപാത്രമായി മാറും. ദൈവത്തിന് ഉപയോഗിക്കാവുന്ന ഒരു പാത്രമായി അവൻ മാറുക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. ബുക്ക് ഓഫ് എഫേസിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 20. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചതാണ് ഈ ശക്തിയാണ്. 19 വായിച്ചോ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും, ക്ലിയർ ആവും. അതുവഴി അവൻ്റെ പ്രഭാപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമാണെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിൽ പ്രവർത്തിച്ച ഈ അപരിമയമായ ശക്തി, യേശുവിൽ ഉണ്ടായിരുന്ന ശക്തി വിശ്വാസികളിലേക്കും പ്രവഹിക്കുന്നു, അല്ലേ? അതല്ല വചനം പറഞ്ഞത്. നിങ്ങൾക്കും തരാൻ ദൈവം തയ്യാറാണ്, നമുക്കും തരാൻ ദൈവം തയ്യാറാണ്. വിശ്വാസികളിലേക്ക് ഇത് തരാൻ ദൈവം ഒരുക്കമാണ്, ദൈവം റെഡിയാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, 20-ാം വാക്യം പറയാണ്, ആ ശക്തിയാണ് അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നത്. ആ ശക്തിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫറവോയുടെ മേൽ പ്രവർത്തിച്ച ശക്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. ഫറവോയുടെ മേൽ 10 മഹാമാരി അയച്ച് ആ രാജ്യത്തെ മുഴുവൻ ഇല്ലാതെയാക്കി അവസാനം കടലിൽ ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും നശിപ്പിച്ച് ഇസ്രായേലിനെ വിജയിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന 1-ാമത്തെ പെസഹയുടെ ആദ്യ തലത്തിൽ ശക്തിയെ അവിടെ കൃത്യമായി ദൈവം കാണിച്ചു. വിസിബിൾ പവർ, ലോകത്തിന് കാണാവുന്ന തരത്തിൽ. അതാ പൗലോസ് പറയുന്നത്, ഫറവോ നിന്നെ ഉയർത്തിയത്, നിന്നെ രാജാവാക്കിയത്, നിന്നെ നിർത്തിയത് നിന്റെ മേൽ ഈ ശക്തി കാണിച്ച് തൻ്റെ ജനത്തെ വിടുവിച്ച് കാഴ്ചയാൽ ഒരു ശുശ്രൂഷ
നടത്തുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഇത് കാഴ്ചയാൽ കൊടുത്തില്ല, പകരം എന്ത് കൊടുത്തു? വിശ്വാസത്താൽ. എന്താണ് നമ്മുടെ വിശ്വാസം? യേശു ഉയർത്തെഴുന്നേറ്റു, അതാണ് നമ്മുടെ വിശ്വാസം. റോമാലേഖനം 10-ാം അധ്യായം പറയുന്നു, കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം. നിന്റെ വിശ്വാസം എന്തായിരിക്കണം? അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നീ രക്ഷ പ്രാപിച്ചു. ആ വിശ്വാസം ഒരുവനിൽ വന്നാൽ അവൻ രക്ഷ പ്രാപിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റത് ഏത് ശക്തിയാലാ? ഈ ശക്തിയാലാ, അപരിമേയമായ ഈ ശക്തിയാലാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ഫറവോയുടെ മേൽ പ്രവർത്തിച്ച അതേ ശക്തി, അവനെ കാണിച്ചു കൊടുത്ത അതേ ശക്തി, മോശയിലൂടെ ഫറവോയുടെ മേൽ പ്രയോഗിച്ച അതേ ശക്തി തന്നെ ഇന്ന് ഇവിടെയും പ്രവർത്തിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. കണ്ടവർ പ്രഖ്യാപിച്ചു, ഉയർത്തെഴുന്നേറ്റ് വന്ന് പ്രത്യക്ഷപ്പെട്ടവർ പ്രഖ്യാപിച്ചു, എഴുതി വച്ചു, ലോകത്തോട് പ്രഘോഷിച്ചു. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുന്നവൻ അവൻ തന്നെത്താൻ മനസ്സിലാക്കുക, ഞാൻ വെറും ഒരു മൺപാത്രമാണ്. അവൻ്റെ നിധി എന്നിൽ നിക്ഷേപിക്കുമെന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ മേൽ ദൈവം ഈ പവറിനെ കൊടുക്കും, ദൈവം ഈ ശക്തിയെ കൊടുക്കും. അവിടെ തുടങ്ങി അവൻ്റെ ശുശ്രൂഷ വ്യത്യസ്തമാകും. ശുശ്രൂഷ എങ്ങനെയാകും? ശക്തിയാലുള്ള ശുശ്രൂഷ, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലുമുള്ള അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയായിരിക്കും പിന്നെ അവിടെ കണ്ടുകൊടുങ്ങുക. അവിടെയാണ് ദൈവം മാനസാന്തരങ്ങൾ ഉണ്ടാക്കുന്നത്. പുതിയ കുടുംബങ്ങൾ, പുതിയ വ്യക്തികൾ, പുതിയ സഭ, അല്ലെങ്കിൽ ഈ സഭയുടെ ഒരു വളർച്ച സംഭവിക്കുന്നത്. നിങ്ങൾ ആ വളർച്ചയുടെ ഗ്രോത്ത് നിങ്ങൾ എടുത്തു നോക്കുക. സഭയുടെ ആദിമ സഭയുടെ വളർച്ചയുടെ ഗ്രോത്ത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്ന അവസ്ഥയിലും സഭയ്ക്ക് താഴോട്ടാണോ വളർച്ച, മുകളിലോട്ടാണോ വളർച്ച? അനുദിനം കൊല്ലപ്പെട്ടിരുന്നിട്ടും സഭയുടെ എണ്ണം കുറഞ്ഞോ? വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞോ? ഇല്ല. എല്ലാ ദിവസവും അവിടെ കൊളോസിയങ്ങളിൽ കൊല്ലപ്പെടുന്നു, സഭയിൽ പീഡിപ്പിക്കപ്പെടുന്നു, കഷ്ടത അനുഭവിക്കുന്നു. പക്ഷെ സഭയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഒരുവൻ തളരുമ്പോൾ, ഒരുവൻ മരിക്കുമ്പോൾ 1000 പേർ ശക്തിയാൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കും. ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ 1000 പേർ ശക്തിയാൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ പിന്നെ അവിടെ ഒരു പ്രശ്നമില്ല. ആ ശുശ്രൂഷ മോർ പവർഫുൾ. യാതൊരു വിധത്തിലും ഒരു കുറവുമില്ലാതെ അവൻ്റെ ശുശ്രൂഷയെ വളർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർ 3:20 വായിച്ച് നമുക്ക് ഈ ഒരു ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. പ്രവർത്തിക്കുന്ന ശക്തിയാൽ വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തെ സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനം എനിക്ക് തോന്നുന്നു ഒരുപാട് ധ്യാനഗുരുക്കന്മാരെടുത്ത് ഉപയോഗിക്കുന്ന വചനമാണ്. നിങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ടോ, കടബാധ്യതകളുണ്ടോ, പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വചനം ഞാൻ പറഞ്ഞുതരാം. ഇത് 10 പ്രാവശ്യം ഉരുവിടുക, അപ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഇത് എത്ര പ്രാവശ്യം? 10 പ്രാവശ്യമോ 100 പ്രാവശ്യമോ നിങ്ങൾ ഉരുവിടുക. ആ വചനമാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും. എന്തായാലും ഒരു ചോദ്യം ചോദിക്കാം. ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വലിയ കാര്യങ്ങൾ എല്ലാം നടക്കുന്നുണ്ടോ? ഒക്കെ കിട്ടുന്നുണ്ടോ? പോട്ടെ, ചോദിക്കുന്നത് കിട്ടുന്നുണ്ടോ? ആഗ്രഹിക്കുന്നത് മുഴുവൻ കിട്ടുന്നുണ്ടോ? ശക്തിയില്ല. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വലിയ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി, പ്രവർത്തന നിരതമായ ശക്തി, ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി നമ്മളിൽ വേണം. ശക്തി ഇല്ലാത്തവൻ ഇത് 1000 പ്രാവശ്യം ഉരുവിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞെന്തുവാ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. എന്നിട്ട് അവൻ വാഴയുടെ മറയിൽ ഒളിച്ചിരുന്നിട്ടാണ് അവൻ നടക്കുന്നത്. അവൻ്റെ എന്ത് ശക്തി ഉണ്ടാവാന്? ദൈവം പറഞ്ഞ നമ്മിൽ അപ്പസ്തോലൻ എന്ന് പറയാൻ യോഗ്യനാ. കാരണം അപ്പസ്തോലനിലൂടെ ഈ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പസ്തോലനുടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്, രോഗികൾ സൗഖ്യപ്പെടുന്നുണ്ട്, അത്ഭുതങ്ങൾ എല്ലാ മേഖലയിലും ഈ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പസ്തോലൻ അത് പറയാൻ യോഗ്യനാ. നമ്മൾ, ഞാനല്ല, നിങ്ങളല്ല, നമ്മൾ ഇത് പറയാൻ യോഗ്യനാണോ? ഈ വചനം വായിക്കാൻ യോഗ്യനാണോ നമ്മൾ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ചോദിക്കുന്നതിലും നനച്ചതിലും അധിക കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവം. പറയാൻ പറ്റും, പക്ഷേ ഈ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ നീ ചോദിക്കുന്ന ഏത് കാര്യത്തിനും മറുപടിയാണ്. നീ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിനും മറുപടിയാണ്. നീ ചോദിക്കുന്നതിലും അധിക കാര്യം ചെയ്തു തരാൻ ദൈവം ഒരുക്കമാണ്. നീ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ ദൈവം ഒരുക്കുക. നമ്മൾ പ്രാപിക്കുക.